പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾ കാണുന്നത് VPS ലേക്ക് ഷോർ പ്രസൻസ് SKN40. ഇപ്പോൾ SKN40 എത്തിയിരിക്കുന്നത് ആലപ്പുഴയിലെ ഇരുമ്പുപാലത്തുള്ള മിനർവ കോളേജിലാണ്. പാരാമെഡിക്കൽ സ്റ്റുഡൻസ് ആണ് ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറേ കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്, അധ്യാപകരുണ്ട്. അതുപോലെ നമ്മുടെ അസിസ്റ്റന്റ് കമ്മീഷണർ എക്സൈസ് അല്ലേ, ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് എക്സൈസ് വിനോദ് കുമാർ എസ്. അങ്ങനെ ഇവിടെ എവിടെയാണ്? ട്രിവാൻഡ്രം. അപ്പോൾ നമ്മൾ വലിയ ഒരു മാസീവായിട്ടൊരു പ്രചാര വേലയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മയക്കുമരുന്ന് വ്യാപകമാകുന്ന പരാതി ഉയർന്നപ്പോൾ എനിക്കൊന്ന് നിങ്ങൾക്കൊക്കെ ജോലി കൂട്ടി ഞങ്ങളെന്ന് തോന്നുന്നു അല്ലേ? ഞങ്ങളുടെ ഒരു സമ്മർദ്ദം നിങ്ങൾ കൂടുതലാണോ? സതുദ്ദേശമാണ് ഞങ്ങളുടെ മനസ്സിൽ. തീർച്ചയായിട്ടും സാർ, ജോലി നല്ലവണ്ണം കൂടിയിട്ടുണ്ട്. പക്ഷേ അത് ഞങ്ങൾ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. വളരെ ശക്തമായ രീതിയിലുള്ള എൻഫോഴ്സ്മെന്റ് പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഉറവിടങ്ങളിൽ പോയി പിടിക്കണമെന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. നമുക്ക് അങ്ങനെ പിടിക്കാൻ പറ്റുന്നു? അതോ കൊച്ചു പിച്ചാത്തിയായിട്ട് നടക്കുന്ന കവലച്ചട്ടങ്ങളെ പിടിക്കാൻ പറ്റുന്നു? ഇല്ല, ഉറവിടം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കേരളത്തിൽ മയക്കുമരുന്ന് ഒന്നും ഉണ്ടാക്കുന്നില്ല. മയക്കുമരുന്ന് കൂടുതലായിട്ടും സിന്തറ്റിക് മയക്കുമരുന്ന് വരുന്ന ബാംഗ്ലൂർ ബേസ് ചെയ്താണ്. അല്ല, ഇവിടുന്ന് മലയാളികൾ അങ്ങോട്ട് പോവല്ലേ? ഉണ്ട്, പോയി വാങ്ങിച്ചോണ്ട് വരികയാണ്. ഏതൊക്കെ വഴിയാണ് ഇത് വരുന്നത്? അങ്ങനെ ഒരു നിരീക്ഷണത്തിൽ ബസ് വഴിയാണ് കൂടുതലും വരുന്നത്. ട്രെയിൻ വഴിയും വരുന്നുണ്ട്. ബൈക്ക് വഴി അപൂർവം. കൊറിയർ വഴി വരുന്നു. ഈ ആലപ്പുഴയെ നമ്മൾ പരിഗണിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് സെന്റർ ആണല്ലോ ഇത്. അപ്പൊ ഈ വിദേശികളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ എങ്ങനെയാ ഇതിന്റെ ഈ മയക്കുമരുന്നിന്റെ തോത് കൂടിയിട്ടുണ്ടോ? മയക്കുമരുന്നിന്റെ തോത് നമുക്ക് തോതായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല, എല്ലാ സ്ഥലത്തും ഉണ്ട്. പക്ഷെ മറ്റ് മെട്രോ സിറ്റീസ്, അതായത് കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവാണ്. അല്ല, കുട്ടികളിലുള്ള ഒരു സ്വാധീനം. കാര്യം നമുക്കിപ്പോ ഏറ്റവും പേടിയും ആശങ്കയും അതാണ്. സാധാരണ ചെറിയ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ പോലും ഈ കൂളെന്നൊക്കെ വാങ്ങിക്കറിയാലോ, കുറച്ച് മിഠായി ലഹരി ഏറ്റിവിടുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പൊ നമ്മുടെ കുട്ടികൾ സുരക്ഷിതരാണോ? കുട്ടികളുടെ ഈ പറഞ്ഞ പോലെ രാസലഹരി ഉണ്ട്, ഇല്ലെന്ന് നമുക്ക് തീർത്തും പറയാൻ പറ്റില്ല. ഉണ്ട്, രാസലഹരി ഉണ്ട്. പക്ഷെ അതിനു വേണ്ടിയുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. ഇതിന് അഡിക്റ്റായി പോയ ആൾക്കാരെ അങ്ങ് കണ്ടു കാണുമല്ലോ അല്ലേ? അപ്പൊ ഈ അങ്ങനെ അവരുടെ ഒരു വിചിത്ര സ്വഭാവം എങ്ങനെയാണ് ഇത് അഡിക്റ്റ് ആയി പോയി കഴിഞ്ഞാൽ? ഇത് സിന്തറ്റിക് മയക്കുമരുന്ന് എന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം വളരെ ഫാസ്റ്റ് ആയിരിക്കും, സ്പീഡാവും. അപകടം പിടിച്ച സ്പീഡാണ്. ഹാർട്ട് ബീറ്റ് കൂടും, BP കൂടും, വളരെ ഒരു അഗ്രസീവ് നേച്ചർ ആയിരിക്കും. അപ്പൊ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് അവർക്ക് തന്നെ അറിയാൻ പറ്റില്ല. അതാണ് MDMA എന്ന് പറയുന്ന ഈ രാസലഹരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ചിലരൊക്കെ പറയുന്നു അവരുടെ ആയുസ് കണ്ടമാനം കുറഞ്ഞു പോകും എന്ന് പറയുന്നു. ഇത് ആയുസിന്റെ WHO കണക്ക് പ്രകാരം സ്ഥിരമായിട്ട് MDMA ഉപയോഗിക്കുന്ന ആളിന്റെ ആയുസ് എന്ന് പറയുന്നത് 5 വർഷം തൊട്ട് 7 വർഷം വരെ. അത്രേ ഉള്ളൂ. അതെ. മരണം എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമായിട്ടുള്ള മരണമായിരിക്കും. അതെങ്ങനെയായിരിക്കും മരണം എന്ന് പറയുന്നത്? നമ്മുടെ പല്ല് പൊടിയും, എല്ല് പൊടിയും, ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. ഈ MDMA എന്ന് ഉപയോഗിക്കുന്ന പൊടിയായിട്ട് നമ്മുടെ മൂക്കിൽ കൂടി വലിച്ചു കയറ്റുന്ന രീതിയുണ്ട്. ഇപ്പം ഈ അന്നനാളങ്ങളിൽ ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. BP കൂടി ഹാർട്ട് അറ്റാക്ക് വന്ന് ചാകാൻ സാധ്യതയുണ്ട്. നമ്മൾ വാർത്തയിൽ കണ്ടു കാണും, 2 ആഴ്ച മുമ്പേ ഒരു പ്രതിയെ പിടിച്ചപ്പോൾ പ്രതി മയക്കുമരുന്ന് വിഴുങ്ങി, MDMA വിഴുങ്ങി ആമാശയത്തിൽ അത് പൊട്ടി BP കൂടി ആള് മരണപ്പെട്ടു പോയിട്ട്. പിന്നെ ഒരാൾ വീണ്ടും ആവർത്തിച്ചു. അയാൾക്ക് ആയുസ് വല്ലതും കൂടുതൽ, അയാൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഭാഗ്യം, രക്ഷപ്പെട്ടു പോകുന്നത്. അപ്പൊ നമുക്ക് ഈ MDMA എന്ന് പറയുന്നതിന്റെ മാരകമായ വിപത്ത് ഈ രീതിയിലാണെന്ന് ആളുകൾ അവെയറാണോ? ഇത് ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല. ഇത് റെഗുലേറ്റ് ചെയ്യുന്ന NDPS ആക്ട് 1985 ആണ്. 5 മില്ലിഗ്രാമിൽ കൂടുതൽ MDMA കൈവശം വെച്ച് കഴിഞ്ഞാൽ 10 വർഷം വരെ തടവ് കിട്ടും. 10 വർഷം വരെ. 5 മില്ലിഗ്രാം ആണ്. അത് 10 ഗ്രാമിൽ കൂടിക്കഴിഞ്ഞാൽ, 10 ഗ്രാമിൽ കൂടുതൽ MDMA കൈവശം വയ്ക്കുകയാണെങ്കിൽ 20 വർഷം വരെ തടവ് കിട്ടും. ഇത്രയും ഭയാനകമായിട്ടുള്ള ഒരു നിയമം വേറെ ഇല്ല. ആ നിയമത്തിനെ കുറിച്ച് യാതൊരു ധാരണയില്ലാതെയാണ് നമ്മുടെ ചെറുപ്പക്കാര് ബാംഗ്ലൂരും ഡൽഹി അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്നും 100ഉം 200ഉം 500ഉം ഗ്രാം MDMA അല്ലെങ്കിൽ മെത്താംഫെറ്റമിൻ കടത്തിക്കൊണ്ടുപോകുന്നത്. ഇങ്ങനെയുള്ള ശിക്ഷ ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ? ഉറപ്പായിട്ടും കിട്ടുന്നുണ്ട്. 35 വർഷം വരെ ശിക്ഷിച്ച കേസുകളുണ്ട്. കൺവിക്ഷൻ റേറ്റ് കുറവാണല്ലോ. കൺവിക്ഷൻ റേറ്റ് എക്സൈസ് കേസുകളിൽ കൺവിക്ഷൻ റേറ്റ് എബവ് 90% ആണ്. എബവ് 90% ആണ് എക്സൈസ് കേസിലെ കൺവിക്ഷൻ. അപ്പൊ ആൾക്കാരെ കൊണ്ടു നടന്നാൽ ആപത്തിലാവും. ഉറപ്പായിട്ടും. ആൾക്കാർക്ക് ഈ കൊണ്ടുവരുന്ന ആൾക്കാർക്ക് ആർക്കും ഈ NDPS നിയമത്തിനെ കുറിച്ച് യാതൊരു ധാരണയില്ല. നമ്മൾ പിടിക്കുമ്പോൾ ചോദിച്ചു കഴിയുമ്പോൾ പറയും ഇതൊരു രസത്തിന് കൊണ്ടുവരുന്നതാണ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് മാർജിൻ ഇതിന്റെ ഭീകരമാണ്. നമ്മളെല്ലാ രോഗത്തിനും സിംറ്റംസ് ഉണ്ട്. അപ്പൊ MDMA സ്ഥിരമായി കഴിക്കുന്ന ഒരാള് അയാളുടെ ലൈഫ് പോക്കാണ് നമുക്കറിയാം. അയാളെ എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക? MDMA സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളിന് യാതൊരു കൂസലും കാണത്തില്ല, സ്ഥലകാല ബോധം കാണത്തില്ല. ആരെ കുറിച്ചും യാതൊരു, ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ 3 മണിക്കൂർ തൊട്ട് 6 മണിക്കൂർ വരെ ഒരു ഹൈ എനർജി മോഡിലായിരിക്കും പ്രവർത്തിക്കുന്നത്. പ്രതികാരതായി. ഇപ്പം
പ്രതികാരദാഹി ആവണമെന്നില്ല. വഴി കണ്ട വാഹനങ്ങൾ അടിച്ചു പൊട്ടിക്കുക, കാണുന്നവനെ അടിക്കുക, എന്ത് വേണോ ചെയ്യും. ഹൈ എനർജി മോഡിലാണ് കുത്തും, എന്തും ചെയ്യും. അങ്ങനത്തെ ഒരു മോഡിലാണ് ഈ. അല്ല, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ബോഡി അപകടത്തിലാകുന്ന ഞങ്ങളുടെ പ്രതികളെല്ലാം ഈ പറഞ്ഞ പോലെ പിടിക്കാൻ ചെല്ലുമ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വളരെ അഗ്രസീവായിട്ടാണ് പെരുമാറുന്നത്. അതുകൊണ്ട് അത് പ്രിവെന്റീവ് മെക്കാനിസം ആദ്യം പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ഹാൻഡ് കഫ് ചെയ്യും. ആദ്യം പ്രതിയെ പിടിച്ചു കഴിഞ്ഞാൽ ആദ്യം 2 കൈയും പിടിച്ച് ഹാൻഡ് കഫ് ചെയ്യും. അതല്ലെങ്കിൽ അടി കിട്ടാനുള്ള സാധ്യത ഉറപ്പാ. നിങ്ങളുടെ അനുഭവത്തിൽ അടി കിട്ടിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് കിട്ടില്ല. ഈ പെൺകുട്ടികളും താങ്കൾ ഇപ്പൊ പറഞ്ഞല്ലോ കൺവിക്ഷൻ റേറ്റ് 95% അബവ്. പലപ്പോഴും കുട്ടികൾ ഇതിന്റെ കരിയേഴ്സ് ആയിട്ട് മാറുന്നുണ്ട്. അത് അവരറിയാതെ അതിൽ കെണിയിൽപ്പെട്ടു പോകുന്നതാണ്. അങ്ങനെ കുട്ടികൾ ഇതിലെ വ്യാപാരത്തിന്റെ കണ്ണികളാകുമ്പോൾ സാധാരണ സംഭവിക്കുന്നത് ഈ ഇടനിലക്കാർ പിടിയിലാവുകയും യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട്. അത് കേരളത്തിന് സംഭവിക്കുന്നുണ്ടല്ലോ. അതായത് ചെറിയ ഈ കുട്ടികളടക്കമുള്ള ഇടനിലക്കാർ മാത്രം പിടിയിലാകുന്ന അവസ്ഥ എന്തുകൊണ്ടാണ്? ഈ ഉറവിടങ്ങളിൽ കുട്ടികളെ സംബന്ധിച്ച് NDPS ആക്ടിൽ പ്രത്യേകമായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ട്. കുട്ടികൾ ഇപ്പോൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവരെ വിമുക്തി നമുക്ക് ചികിത്സ നടത്തി കഴിഞ്ഞാൽ എൻഡയർ പ്രോസിക്യൂഷൻ നടപടി അവർക്ക് ഒഴിവാക്കി കൊടുക്കാൻ പറ്റും. അതിനുള്ള പ്രൊവിഷൻ നിയമത്തിലുണ്ട്. പക്ഷെ അത് ക്ലിയർ ആയിട്ടും ഒരു പ്രിസ്ക്രൈബ്ഡ് ഡോക്ടറിനെ കൊണ്ട് സർട്ടിഫൈ ചെയ്ത് വിമുക്തിയുടെ കോർഡിനേറ്ററിനെ കൊണ്ട് റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ കേസിൽ നിന്നേ കൊച്ചുപിള്ളേരെ ഒഴിവാക്കി കൊടുക്കുന്നുണ്ട്. 18 വയസ്സിനും 20 വയസ്സിനും താഴെയുള്ള കുട്ടികളാണ്. വൻകിടക്കാരെ പിടിക്കാൻ പറ്റുന്നുണ്ടോ? വൻകിടക്കാരെ പിടിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, വൻകിടക്കാരെ പിടിക്കാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ പല കേസുകളും ആന്ധ്രയിൽ നിന്ന് വരെ പ്രതികളെ പിടിച്ച കേസുകളുണ്ട്. ഓക്കെ, എന്തായാലും താങ്ക് യു. ഞങ്ങളുടെ വിലപ്പെട്ട ഇൻഫർമേഷൻ ആണത്. ഇതൊക്കെ ബിസിനസ് രഹസ്യങ്ങളാണ്, പുറത്ത് പറഞ്ഞുകൂടാത്ത. പക്ഷേ ഇതിന് പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് പറയേണ്ടി വരിക. ആളുകൾ നമ്മൾ ഇപ്പം അങ്ങോട്ട് തുറന്നു പറയാമല്ലോ, നമ്മൾ ഇപ്പം 4ാമത്തെ ജില്ലയാണ് ഈ ആലപ്പുഴ എന്ന് പറയുന്നത്. നമ്മൾ ഈ സഞ്ചരിച്ച വഴികളെല്ലാം അപകടകാരികളായി MDMA ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളെ കാണുമ്പോൾ ഓടി മറിയുക. മാത്രമല്ല, ഇപ്പൊ നമ്മുടെ ഈ കാട്ടിലൊക്കെ കടുവ നാട്ടിലിറങ്ങിയെന്ന് പറയില്ലേ, അതുപോലെ ഇപ്പൊ പലയിടത്തും വാട്സപ്പ് സന്ദേശം പോയിക്കൊണ്ട് SKN ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങൾ മാറി നിന്നോളൂ, അയാൾ പോയിട്ട് നമുക്ക് വീട്ടിൽ ഇറങ്ങാം എന്നുള്ള രീതിയിലാണ് ഇപ്പൊ നമുക്ക് ആ ഒരു അവസ്ഥയാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ള, പല ഈ തെറ്റായിട്ടുള്ള പ്രൊപ്പഗാൻഡ സ്കൂൾ കുട്ടികൾക്കിടയിൽ കഞ്ചാവ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ കിട്ടും, ഷാർപ്നെസ് കിട്ടും, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി കൂടും, അങ്ങനെ കഞ്ചാവ് MDMA ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള വൈബ് ഉണ്ടാവും എന്നൊക്കെ പറയുന്ന തീർത്തും തെറ്റായ ഒരു ശുദ്ധ അബദ്ധമാണ്. യാതൊരു പഠനവുമില്ല. ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പഠനവുമില്ല, ഒരു സയന്റിഫിക് ബാക്കിങ്ങും ഇല്ലാത്ത കാര്യമാണ്. എനിക്ക് തോന്നുന്നു MDMA ഇതുള്ള ലഹരി വിറ്റഴിക്കുന്ന ഏജന്റന്മാരാണെന്ന് തോന്നുന്നു പ്രചരിപ്പിക്കുന്നത്. ഉറപ്പായി. കാര്യം നമ്മുടെ നാട്ടില് എന്ത് പറഞ്ഞാലും ആൾക്കാർ വിശ്വസിക്കും. അപ്പൊ ബാങ്കിൽ കിടക്കുന്ന 10 കോടി എടുത്തു തരാം, ഒരു 10,000 രൂപ ആദ്യം അഡ്വാൻസ് ആന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ കാര്യം മലയാളി റോഡിൽ ഇറങ്ങി നിൽക്കുക, എങ്ങനെങ്കിലും എന്നെ ഒന്ന് പറ്റിച്ചു തരണം പറഞ്ഞു അല്ലേ. അപ്പൊ അങ്ങനെ നിൽക്കുന്ന മലയാളി എടുത്ത് എന്ത് ചെലവാകും? അതിന്റെ കൂട്ടത്തിലായി. അതെ. അപ്പൊ കൊച്ചുകുട്ടികളുടെ, സ്കൂൾ കുട്ടികളുടെ എനിക്ക് പറയാനുള്ള, നിങ്ങൾ അങ്ങനത്തെ തെറ്റായ പ്രൊപ്പഗൻഡയിൽ വീഴരുത്. ഇത് എന്തായാലും നിങ്ങളുടെ ശരീരത്തിന് ദോഷമേ ചെയ്യുള്ളൂ. ഒരു പോസിറ്റിവിറ്റി ഇല്ലാത്തൊരു സാധനമാണ്. ഒരു സംശയം കൂടെ, ഈ യഥാർത്ഥത്തിൽ ഇപ്പൊ ഇവരൊക്കെ ഇപ്പൊ കുട്ടികളെല്ലാം അപകടത്തിലാണ്, അമ്മമാർക്ക് ടെൻഷൻ കൂടി. ഇതൊക്കെ കണ്ടിട്ട് പല ആളുകളും നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരാൻ തയ്യാറാവുന്നുണ്ട്. പക്ഷെ ഈ ഇൻഫർമേഷൻ തന്നാൽ അവരുടെ രഹസ്യ സ്വഭാവം, ഇവരാരാണ്, കാര്യം ഇവരെ തലമണ്ട അവർ അടിച്ചു പൊട്ടിക്കുമല്ലോ. അപ്പൊ അങ്ങനെ പൊട്ടിക്കാതിരിക്കാൻ ആ രഹസ്യ സ്വഭാവം നിങ്ങൾ സൂക്ഷിക്കുന്നില്ല എന്നൊരു പരാതി ഇവരിടയ്ക്ക് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, ഈ സാധാരണ എക്സൈസ് ഉദ്യോഗസ്ഥന്റെ പോരാതെ ഒരു ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഒരാൾ ഇതിന്റെ ഇൻഫർമേഷൻ സ്വീകരിച്ചാൽ പോരെ? ഇൻസ്പെക്ടർ റാങ്കിലല്ല, നമ്മുടെ കൺട്രോൾ റൂം, സെൻട്രലൈസ്ഡ് കൺട്രോൾ റൂം പ്രവർത്തിക്കുന്ന എക്സൈസ് കമ്മീഷണറുടെ നമ്പറിലാണ്. അപ്പൊ എക്സൈസ് കമ്മീഷണറിൽ ഒരു പരാതി വിളിച്ചു പറഞ്ഞാൽ പിന്നെ അവിടെ ആരും ചോദ്യമില്ല, ആരാണ് തന്നത്, നിങ്ങളുടെ നമ്പർ എന്താണെന്ന് ചോദ്യമില്ല. അത് ഏത് ജില്ലയിലാണോ ആ ജില്ലയിലോട്ട് പോകും. അപ്പൊ ഇവർക്ക് ധൈര്യമായിട്ടും പറയാം. ഒരു പേടിയും വേണ്ട, ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരാം. അപ്പൊ ഇനി നിങ്ങളെല്ലാം തീരുമാനിച്ചോളൂ. ഇതിനെക്കുറിച്ച് ഇൻഫർമേഷൻ കിട്ടിയാൽ നിങ്ങൾ മാത്രമല്ല, പെൺകുട്ടികൾ പഠിക്കുന്ന അടൂരിലെ ഒരു സ്കൂളിന്റെ വരാന്ത ഞങ്ങൾ പോയി, ഇതുപോലൊരു ഇടനാഴി, അതും ആ ഇടവഴി തന്നെ കംപ്ലീറ്റ് MDMA പാർട്ടികളാണ്. അപ്പോൾ അടൂരെ സെന്റ് മേരി സ്കൂളിന്റെ ഇടനാഴിയിലാണ് ഞങ്ങളിത് കണ്ടത്. അവിടെ പെൺകുട്ടികൾ പറഞ്ഞത് അതിനെ വഴി നടക്കാമായി തെറിവിളി, യൗമാര് വേണ്ടാത്ത അശ്ലീല ചിഹ്നങ്ങൾ കാണിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളത് ശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ള നടപടികളൊക്കെ നമ്മൾ പോലീസിനെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ഈ അവിടെ കാണാൻ ആരെങ്കിലും അഭിജിതിരെ കണ്ട ആട്ടി വിട്ടേക്കാൻ പറഞ്ഞിട്ടുണ്ട്. പെൺപിള്ളേരായ നിങ്ങൾ ആട്ടിയാൽ പുരുഷന്മാരായ ഞങ്ങൾ ബോധം കെട്ട് വീഴും. അപ്പം ആട്ടണം, ചൂലെടുക്കണം, അതുപോലെ തന്നെ പോലീസിന് ഇൻഫർമേഷൻ കൊടുക്കണം. ഒരു ചൂലെടുക്കട്ടെ, ചൂലിന്റെ ആവശ്യമുണ്ട്. അങ്ങനെ വിഷമമൊന്നുമില്ലല്ലോ. അതെ. പിന്നെ നിങ്ങൾ കയറി അടിച്ചു കളയരുത്, കാര്യം അടിച്ചു കഴിഞ്ഞാൽ പോലീസ് മുറയായി പോകും. അപ്പൊ നിങ്ങൾ ചൂല് കണ്ടാൽ മതി. മാത്രമല്ല, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം അന്തസ്സുള്ള ഒരു പുരുഷനാണെങ്കിൽ ഒരു ചൂലിനൊരു ആംഗ്യം മതി, അവൻ ജീവിതത്തിൽ അത് മറക്കത്തില്ല അല്ലേ. അപ്പൊ അതുകൊണ്ട് അത് MDMA പാസ്സായവനായാലും ഇത് തന്നെ അവസ്ഥ അല്ലേ. അപ്പോ അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട്, നമുക്കൊരു ജീവിതമേ ഉള്ളൂ, ആ ജീവിതത്തിൽ എന്തെങ്കിലും നല്ല കാര്യം, നാട്ടിൽ എന്ത് നല്ല കാര്യം ചെയ്തു എന്നുള്ളത് മനസാക്ഷി നമ്മോട് ചോദിച്ചാൽ, ഞാൻ എക്സൈസ് ഒരു ഇൻഫർമേഷൻ കൊടുത്തൊരു MDMA കാരനെ കുറിച്ച്
നിങ്ങൾ ഏറ്റവും ശത്രുവായി കാണേണ്ടത് MDMA കഴിക്കുന്ന കുട്ടികളെയല്ല, MDMA ഈ നാട്ടിൽ വിതരണം ചെയ്ത് നമ്മുടെ തന്നെ അയലത്ത് താമസിക്കുന്ന മലയാളികളും അതുപോലെ ഇന്റർനാഷണൽ നെറ്റ്വർക്കിൽ ജീവിക്കുന്ന ചില മാഫിയ സംഘങ്ങളും ഉണ്ട്. ഇവരാരായാലും നിങ്ങൾ ഇൻഫർമേഷൻ കൊടുക്കുക. എക്സൈസ് വകുപ്പും പോലീസ് വകുപ്പും അത് രഹസ്യമായി സൂക്ഷിക്കുമെന്നാണ് ഇതുവരെയുള്ള എന്റെ അനുഭവം. അല്ലെ, ആൾക്കാരെ നമ്മൾ കൊലക്ക് കൊടുക്കുന്നില്ല. ഇല്ല, ഒരിക്കലും ഒരിക്കലും. എനിക്ക് ഒന്നും കൂടി പറയാനുള്ളത്, ജീവിതമാണ് ഏറ്റവും വലിയ ലഹരി. അതിനപ്പുറം വേറൊരു ലഹരിയില്ല. ജീവിതത്തിനപ്പുറം ഒരു ലഹരിയില്ല. നമുക്ക് എല്ലാ പോസിറ്റീവ് ലഹരിയും നമ്മൾ ഉൾക്കൊള്ളണം. പാട്ട് പാടാം, ഇപ്പൊ വെക്കേഷൻ വരെയാണ്, കുട്ടികൾ കളിക്കാം. അങ്ങനത്തെ പോസിറ്റീവ് ലഹരിയിലോട്ട് പോവുക. നിങ്ങൾ ഈ നെഗറ്റീവ് ലഹരി ഉപയോഗിക്കുന്നതിന് പകരം പോസിറ്റീവ് ആയിട്ടുള്ള ലഹരിയിലോട്ട് പോവുക. ലഹരി ജീവിതം തന്നെയാണ് ഏറ്റവും വലിയ ലഹരി. ഈ കഴിഞ്ഞ ദിവസമേ കുറച്ച് ചില റിപ്പോർട്ടുകൾ വന്നത് ഈ ജ്യൂസിലൊക്കെ കുട്ടികൾ അറിയാതെ MDMA കലർത്തി കൊടുക്കുന്നു എന്നാണ്. അത്തരം സംഭവങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? എക്സൈസിന്റെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല അങ്ങനെ ഒരു സംഭവം പെട്ടിട്ടില്ല. അതായത് അവരറിയാതെ MDMA ഉപയോഗിക്കുന്നു. ഈ MDMA അല്ലെങ്കിൽ കെറ്റാമിൻ എന്ന് പറയുന്ന വൈഡായിട്ട് മിസ്യൂസ് ചെയ്യുന്ന ഒരു മയക്കുമരുന്നാണ്. അതിന്റെ ഹൈബ്രിഡ് ആണ് ഇപ്പൊ ഇറങ്ങുന്നത് അല്ലെ, പല മിക്സ് കോമ്പൗണ്ട്സ്. ഗഞ്ചാടെയാണ് ഹൈബ്രിഡ്. തായ്ലാന്റ് പോലത്തെ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന ഹൈബ്രിഡ്, ഇച്ചിരി കൂടി ലഹരി കൂടിയ സാധനം. ഹൈബ്രിഡ് കഞ്ചാവാണ്. നിങ്ങൾ സോഷ്യൽ സ്റ്റഡീസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായി കാണും, അമേരിക്കയിലെ ഒരു സ്ഥലത്തും വീടുകൾക്ക് മതിലില്ല. അമേരിക്ക പോയവരാരും ഉണ്ടോ ഇതിനകത്ത്? അമേരിക്കയിൽ അപ്പൊ പറ്റുമെങ്കിൽ ഒന്ന് അമേരിക്കയിൽ പോകണം. ഒരു കാര്യം ചെയ്ത് ഒരാള് അമേരിക്ക പറഞ്ഞ ചെലവ് ചെയ്യാൻ നോക്കണം, ബാക്കിയുള്ളവരുടെ ചെലവെല്ലാം മിനറൽ നോക്കണം. ഓക്കെ, അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന കാഴ്ച, അവിടെ അയലത്തുകാരന്റെ പ്ലാവ് കിളച്ച് അതിര് കിളച്ച് ഇപ്പുറത്ത് കയറ്റത്തില്ല. മതിലൊന്നിലുമില്ല. ഞാൻ വിചാരിച്ചു ഇവരൊക്കെ എന്ത് മഹാമനസ്കര, സായിപ്പ് മതിലേ കെട്ടിയിട്ടില്ല, അവിടെ ഒരു മതിലിനും ആവശ്യമില്ല. ഇവിടെ ആണെങ്കിൽ 1.5 സെന്റ് ഭൂമിക്കകത്ത് 4 സെന്റ് മതിലാ, ബാക്കിയുള്ളൂ ഭൂമി. അപ്പൊ നമ്മുടെ മതിലെല്ലാം കൂടെ എടുത്താൽ തന്നെ ഒരു 10-60 ലക്ഷം ആൾക്കാർക്ക് താമസിക്കാനുള്ള സ്ഥലം കാണും കേരളത്തിൽ. ഇത്രയും മതിലാണ് നമ്മൾ കെട്ടിയിട്ടുണ്ട്, വീടിന്റെ മതില്. മാത്രമല്ല ചില പണക്കാരാണെങ്കിൽ, ചില കാശുള്ളവരൊക്കെ ആണെങ്കിൽ വലിയ വീട് കെട്ടി വെച്ചേക്കും. വലിയ വീടെന്ന് പറഞ്ഞാൽ ലോകത്തിലേക്ക് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റൊക്കെ താമസിക്കാൻ പറ്റുന്ന വീട് കെട്ടി വെക്കും. എന്നിട്ട് ആ വീടിനൊപ്പം തന്നെ മതിലും കെട്ടിയേക്കും. ഇന്ന് എല്ലാ ദിവസവും രാവിലെ അവര് തന്നെ ഇറങ്ങി ഇന്ന് കാണുക, മതിലും കാണും വീടും കാണും. കയറ്റും. പിന്നെ അകത്ത് കടിക്കാത്ത 2 പട്ടി കാണുന്നവർക്കൊന്നും പട്ടി കടിക്കുന്നതാണ് കേട്ടോ. റെഡി. പിന്നെ പട്ടികൾ എത്രയുണ്ടെന്നുള്ളത് നമ്മൾ പിന്നീട് കണക്കൂട്ടാം അല്ലേ? ഓക്കെ, അപ്പൊ പ്രിയമുള്ളവരെ, നമ്മൾ വന്നത് വളരെ സീരിയസ് ആയ ഒരു ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ്. നിങ്ങളോട് ഡെപ്യൂട്ടി കമ്മീഷണർ പറഞ്ഞില്ലേ, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയുന്ന പോലെ അത്യാവശ്യം 24 ഡിഗ്രി സെൽഷ്യസിലും 19 ഡിഗ്രി സെൽഷ്യസിലും ഒക്കെ AC ജോലി ചെയ്തുകൊണ്ടിരുന്ന നമ്മളാണ് ഇറങ്ങി 37 ഡിഗ്രി മുതൽ 39 ഡിഗ്രിയുള്ള ചൂട് കൊണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ചൂട് കൊള്ളുന്നതിനേക്കാളും വലിയ ചൂടും ചൂരും നമ്മുടെ ആളുകൾക്ക് ഇപ്പോൾ ഉണ്ട്. നമ്മുടെ അമ്മമാർക്കൊക്കെ വലിയ ആശങ്കയാണ്. കുട്ടിയുടെ പുറത്ത് പോയി കഴിഞ്ഞാൽ ഇവൻ ഏത് നിലയിൽ, പണ്ട് ആകെ പുറത്ത് പോയി കഴിഞ്ഞാൽ കള്ള് ഷാപ്പിൽ കയറി ഇത്തിരി കള്ളു കുടിച്ചിട്ടോ അല്ലെ അടുത്ത ചാരാ ഷാപ്പിൽ കയറി ഇത്തിരി പട്ടചാര അടിച്ചിട്ടോ ഇറങ്ങി 4-ാം കാലിൽ കയറി വരുന്ന ഒരു സാധാരണ ഭർത്താവിന്റെ ചിത്രം നമ്മുടെ മുന്നിലുണ്ട്. അതിനിടയ്ക്ക് ഞാൻ കള്ളുകൂടിയെ പ്രോത്സാഹിപ്പിക്കുന്നതുമായി നമ്മുടെ പ്രേക്ഷകർ പറയുന്നുണ്ട്. കള്ളുകൂടിയൊന്നും ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഒരിക്കലും ഈ മദ്യം കഴിക്കുക എന്ന് പറയുന്നത് ശരീരത്തിന് ഒരു ഗുണമില്ലാത്തൊരു സാധനമാണ്, ദോഷമേ ഉള്ളൂ. നമ്മുടെ ഡെപ്യൂട്ടി കമ്മീഷണർ പറഞ്ഞ പോലെ അതിനേക്കാളും വലിയ വിപത്ത് നമുക്ക് വന്ന് പെട്ടിരിക്കുക. നമ്മളിൽ ചില ആൾക്കാർ പറയുന്ന പോലെ, നമ്മളിപ്പം സൈക്കിൾ ഇടിച്ച് മരിക്കരുതെന്ന് പറയുന്ന പോലെയാണ്. വലിയ വണ്ടി വന്ന് കയറി മരിച്ചാൽ അന്തസ്സെങ്കിലും ഉണ്ട് പറയാൻ എന്ന് പറയുന്ന പോലെയാണ് മാരകമായ വിപത്ത്. ഇന്ന് ആരെങ്കിലുമാണോ? താങ്ക് യു. നിങ്ങൾക്കും ഒക്കെ കിട്ടും, നിങ്ങൾ വിഷമിക്കണ്ട. അപ്പം കിട്ടുമോ? ഞാൻ പറഞ്ഞത് ഈ കേരളത്തിലെന്ന് വെച്ചാൽ ഇത് UKG, അതുപോലെ തന്നെ 5-ാം ക്ലാസ് 7-ാം ക്ലാസ്, UP സ്കൂള്, പ്രൈമറി സ്കൂൾ, LP സ്കൂൾ, ഇതിലെല്ലാം ഉള്ള കുട്ടികൾക്ക് ഈ ചില ആളുകൾ ക്യാച്ച് ദം യങ്, കുട്ടിക്കാലത്തെ കയ്യിലാക്കുക എന്നതിന്റെ ഭാഗമായിട്ട് ആളുകള് ചില ചോക്ലേറ്റ് പോലെ അല്ലെങ്കിൽ കൂടെ മിഠായി രൂപത്തിലൊക്കെ തന്നെ ലഹരി കലർത്തി വിടുക. അപ്പൊ കുറച്ചു ദിവസം കഴിക്കുമ്പോൾ നമുക്ക് ഇതിനകത്തൊരു സുഖം കിട്ടും. നമ്മൾ ചില പേസ്റ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ പല്ല് തേക്കുവോ? പല്ല് തേക്കുമെങ്കിൽ അറിയാം. പല്ല് തേക്കുന്നവർക്ക് മാത്രമേ ഇത് മനസ്സിലാവൂ. നമ്മൾ ഈ പല്ല് തേക്കുന്ന നിങ്ങൾ പാരാമെഡിക്കൽ സംഭവമല്ലേ, അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പൊ നമ്മുടെ ഈ കോളിനോസ് പല്ല്, പുഞ്ചിരിയൊക്കെ ആയിട്ടുള്ള ആ പുഞ്ചിരിക്കകത്തുള്ള ഈ പല്ല് നമ്മൾ തേക്കാൻ ഉപയോഗിക്കുന്ന പേസ്റ്റിനകത്ത് ഒരു സാധനം ഒരു പുരട്ടും. നമുക്കൊരു ചെറിയ അഡിക്ഷനാണ്. ഈ പേസ്റ്റ് തന്നെ തേച്ചാലേ നമുക്ക്, ഞാനാണെങ്കിൽ കഴിഞ്ഞ ഒരു 10, 45, 40, 50 കൊല്ലമായിട്ട്, അതായത് പല്ലിനടുത്തിട്ട് തേക്കാൻ തുടങ്ങിയ കാലം മുതൽ ഒരേ പേസ്റ്റ് ഉപയോഗിക്കണം. പക്ഷെ പേര് ഞാൻ പറയില്ല. ഞാൻ എന്നും രാവിലെ ഇതിട്ട് തേക്കുമ്പോൾ ആലോചിക്കും, ഇത് വെച്ച് തേച്ചില്ല എനിക്ക് എന്തോ ഒരു കുഴപ്പം പോലെയാണ്. അപ്പൊ എന്തോ ഒരു സാധനം അതിനകത്ത് ഉണ്ട്, അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ അഡിക്റ്റ് ആക്കത്തില്ല. അപ്പൊ ഇന്ന് പറയുന്ന പോലെയാണ് ഈ കൂൾ മിഠായിക്കകത്ത്
അത് പാറശാല ഞങ്ങൾ കണ്ടു, അവിടെ കൂൾ മിഠായി വിതരണം ചെയ്യുന്നു അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ കോന്നിക്കടുത്ത് വെച്ചും ഒരു സ്കൂൾ പ്രിൻസിപ്പൽ പറഞ്ഞു അവിടെ ഈ കൂൾ മിഠായി ഉണ്ടെന്ന്. അപ്പൊ കൂൾ മിഠായിയൊക്കെ വ്യാപകമായിട്ട് നമ്മുടെ നാട്ടിൽ പ്രചരിക്കുക. ഞാൻ ഈ പരിപാടിയായിട്ട് തിരുവനന്തപുരത്ത് സൈക്കിൾ കയറിയപ്പോണ്ടല്ലോ, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്ര കൂടുതൽ MDMA ഉപയോഗിക്കുന്ന ആളുകൾ കേരളത്തിലുണ്ടെന്ന്. നമുക്കെല്ലാം എക്സ്ട്രീമാണ്. മൊബൈൽ ഫോൺ വന്നപ്പോൾ ഇത്രയും ഫാസ്റ്റായിട്ട് പ്രചരിച്ചൊരു സാധനമില്ല. അതുപോലെ ടെലിവിഷൻ വന്നപ്പോൾ ഇത്രയും കൂടുതൽ ടെലിവിഷൻ കാണുന്ന ഒരു ലോകത്തെങ്ങും കാണത്തില്ല. എല്ലാം അഡിക്ഷനാണ് നമുക്ക് ജോലിയില്ലാന്ന് തോന്നുന്നു. നമുക്ക് ജോലിയൊക്കെ ഉണ്ട്, ജോലിയുള്ളവരുടെ തൊഴിലില്ലായ്മ ഇപ്പൊ അനുഭവപ്പെടുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് മാരകമായൊരു സംഭവം, മറ്റൊരു ബത്താണ്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അപ്പൊ നമുക്ക് ഇദ്ദേഹം പറഞ്ഞതുപോലെ വേറൊരു പോലീസ് ഉദ്യോഗസ്ഥനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു 12 കൊല്ലം അനുവദിച്ചു തന്നു. അതായത് MDMA മാരകമായി ഭക്ഷിക്കുന്ന ആളിന് 12 കൊല്ലം. ഇദ്ദേഹമാണെങ്കിൽ കുറച്ചുകൂടെ ശാസ്ത്രീയമായിട്ട് പറഞ്ഞ ഒരു 5 മുതൽ 7 കൊല്ലം വരെ കഷ്ടിച്ച് പിടിച്ചു നിൽക്കാം. നിങ്ങളൊന്ന് ആലോചിക്കുക, ഇത്രയും പോകുന്ന ഒരു ജീവിതം. നമുക്ക് ഒരു 70 കൊല്ലക്കാലം സുഭിക്ഷമായിട്ട് ഈ മണ്ണിൽ ജീവിക്കാം. നമുക്ക് ലോകത്തിൽ ഇത്രയും നല്ല കാലാവസ്ഥ അനുഭവിക്കുന്ന രാജ്യം തന്നെ ഇല്ല. നമ്മുടെ കേരളം പോലെ ഉത്തരേന്ത്യയിലേക്ക് കിടക്കുന്ന ആൾക്കാർ അവിടെ -17 വരുന്ന സമയത്ത് കേരളത്തിലേക്ക് ആലപ്പുഴയിലേക്ക് വരുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഇത്രയും സുഖശീതള ഉള്ളൊരു കാലാവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരൊക്കെ -17 തന്നെ അവർ തണുത്ത് വിറച്ച് തീയൊക്കെ ഇട്ട് അതിന്റെ മുന്നിലിരുന്ന് ചിരിക്കുകയും കറയുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളിവിടെ എപ്പോഴും ഒരു 25-30 ഡിഗ്രി സൂക്ഷിച്ച് നമ്മൾ നല്ല സുഭിക്ഷമായിട്ട് ജീവിച്ചു പോകുന്നൊരു തലമുറയാണ്. അതിനിടയിലെയാണ് നമ്മുടെ കൈകാലിന് കടച്ചിൽ വരികയും അസ്ഥി ഒടിഞ്ഞു പോവുകയും പല്ല് ഒടിഞ്ഞു പോവുകയും ഒക്കെ ചെയ്യുന്ന മാരകമായ ഹാർട്ട് അറ്റാക്ക് വരികയും തലച്ചോറ് തല്ലി പൊളിച്ചു പോവുകയൊക്കെ ചെയ്യുന്ന ഒരു മരുന്ന് സ്വയം കഴിച്ച് അതിന് അഡിക്റ്റായി നമ്മുടെ ജീവിതത്തിൽ തന്നെ തയ്യാറാക്കുന്നത്. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, നമുക്ക് ഈ മണ്ണിൽ കിട്ടിയ ഒരു അപൂർവ ഭാഗ്യമാണ് ഇവിടെ ജീവിക്കാനുള്ള അവസരം എന്ന് പറയുന്നത്. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അയലത്തുള്ള ഒരു കൂട്ടുകാരിയുടെ തോളെ കൈയിട്ട് ഒരു സിനിമ കാണാൻ പോവുക, എന്താ ഒരു രസം. അത് കഴിഞ്ഞ് പഴയ 2 കഥകളൊക്കെ പറയുക. അപ്പൊ ഈ ഒരു ജീവിതത്തിന് പകരം നിങ്ങൾക്ക് ആരാണെന്ന്, അടുത്ത കൂട്ടുകാരി ആരെന്ന് മനസ്സിലാകാത്ത ഒരു വല്ലാത്ത ഉന്മാദ അവസ്ഥയിലേക്ക് നിങ്ങൾ പോകും. മാത്രമല്ല അതുകൊണ്ടാണ് ഈ അമ്മമാർക്ക് നേരെയൊക്കെ തന്നെ കൊലക്കത്തി എടുത്ത് വീശാനും അവരെ കഴുത്തറക്കാനും ഒക്കെ ആളുകൾ തീരുമാനിക്കുന്നത്. അമ്മയാര് സഹോദരിയാണെന്ന് എനിക്ക് മനസ്സിലാകാത്ത അവസ്ഥ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ഈ അടുത്ത കാലത്ത് ഒരു സ്കൂൾ കുട്ടി അവന്റെ വീട്ടിലെ അവന്റെ സഹോദരി കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കുളിക്കുന്ന രംഗങ്ങൾ മുഴുവനും വീഡിയോയിൽ പകർത്തി അവൻ സോഷ്യൽ മീഡിയയിൽ അവിടെ ഇട്ടുകളഞ്ഞു. ശരിക്കും പിന്നീടാണ് അവന്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായത് അവൻ സ്വയം ബോധത്തിലല്ല അത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികൾ വീട്ടിലും ഭയങ്കര അപകടമാണ്. പെൺകുട്ടികളുടെ സ്വകാര്യത തന്നെ ഹനിക്കാനും അമ്മമാരുടെ സുരക്ഷിതത്വത്തിന് അപകടം ഉണ്ടാക്കാനും ഇവർക്ക് കഴിയും. മകനെ പേടിക്കുന്ന അമ്മ, നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മളൊക്കെ കുട്ടിക്കാലത്ത് അമ്മയാണ് ഭയന്നിരുന്നത്. ഇപ്പൊ കുട്ടികളെ അമ്മമാര് ഭയന്നു തുടങ്ങി, എല്ലാം തലതിരിഞ്ഞു തുടങ്ങി നമ്മുടെ നാട്ടിൽ. ഇപ്പൊ എന്താ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്? ആ വീട്ടിലെ ഒരു കുഞ്ഞുണ്ടാവും, ആ കുഞ്ഞിന് ചിലപ്പോൾ 2-2.5 വയസ്സ് കാണും. ആ കുഞ്ഞാണ് ആ വീട്ടിലെ ഗ്രഹനാഥ. ആ കുഞ്ഞ് ഉറങ്ങുമ്പോൾ ആ വീട്ടിലെ എല്ലാവരും ഉറങ്ങും. കുഞ്ഞ് പാല് കുടിക്കുമ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കും. ആ കുഞ്ഞ് ഉണർന്നിരിക്കുമ്പോൾ എല്ലാവരും ഉണർന്നിരിക്കും. കുഞ്ഞുറങ്ങി എല്ലാവരും ഉറങ്ങും. കുഞ്ഞ് ശബ്ദിക്കാതിരിക്കുമ്പോൾ ആരും സംസാരിക്കത്തില്ല. എല്ലാം കുഞ്ഞാണ് ഗ്രഹനാഥ. മൊത്തം തിരിഞ്ഞുപോയി നമ്മുടെ നാട്ടിൽ, കംപ്ലീറ്റ് അപ്സൈഡ് ഡൗൺ ആണ്. അപ്പൊ തിരിഞ്ഞതിന്റെ കൂട്ടത്തിൽ തിരിഞ്ഞുപോയി നമ്മുടെ സൽബുദ്ധിയും കൂടെ തിരിഞ്ഞുപോയി. അതുകൊണ്ടാണ് നമ്മൾ ഈ മാരകമായ വിഷം സ്വന്തമായിട്ട് കഴിച്ച് ഏറ്റവും വലിയൊരു വിപത്തിനെ ഉള്ളിൽ കൊണ്ട് നടന്ന് ഈ സമൂഹത്തിന് തന്നെ ഏറ്റവും വലിയ ദ്രോഹിയായിട്ട് മാറുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മൾ ദയാവധം നടത്തേണ്ട അവസ്ഥ വരും ഇങ്ങനെയൊക്കെ ആളുകൾ കൂടിയാൽ. നമ്മുടെ നാട്ടിൽ അതിനുള്ള നിയമം ഇല്ലെങ്കിൽ പോലും നമ്മുടെ ആളുകൾ ഇങ്ങനെ MDMA കഴിച്ച് അക്രമകാരികളായി നടക്കുക. ഈയിടയ്ക്ക് ഇന്നലെ നമ്മുടെ അഴിയൂർ അല്ലേ, വലിയ അഴിയൂരിൽ നമ്മൾ വലിയ അഴിക്കൽ പോയപ്പോ വണ്ടി ഇങ്ങനെ പോകുന്നുണ്ട്, കുറച്ച് വീട്ടമ്മമാർ വഴി നിൽക്കുന്നു. എനിക്ക് തോന്നി, ഒരു ഉൾവിളി തോന്നി, ഈ അമ്മമാർ എന്നെ കാണാൻ നിൽക്കണം. ഞാൻ അവിടെ ഇറങ്ങി, സത്യമായിരുന്നു, ഈ അമ്മമാർ എന്നെ തിരക്കി നിൽക്കരുത്. അമ്മമാർ കണ്ട ഉടനെ അങ്ങ് തുടങ്ങി. കുറെ ആൾക്കാർ ഈ അഴീക്കൽ പരിസര പ്രദേശങ്ങളിൽ ഈ കടപ്പുറത്തൊക്കെ വന്ന് ഈ MDMA പോലുള്ള രാസലഹരിയൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ പച്ച തെറി വിളിച്ചാ പോകുന്നത്. ഈ അമ്മമാരെയൊക്കെ കാണുമ്പോൾ തെറി വിളിക്കാന്നാ പറയുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, അമ്മ വീട്ടിൽ ജോലിയില്ലേ എന്ന് ചോദിച്ചു. ഓടിച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മമാര് ലോകരാജ്യങ്ങളിൽ എവിടെയെല്ലാം ചൂലെടുത്തിട്ടുണ്ടോ അവിടെ എല്ലാം വിജയം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അമ്മമാരെ ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അച്ഛന്മാർക്ക് ചൂലെടുക്കാൻ നേരമില്ലല്ലോ. അപ്പൊ അച്ഛന്മാര് കള്ളുഷാപ്പിൽ പോകാതെ കുറച്ചു കാലത്തേക്ക് മദ്യത്തേക്ക് നിയന്ത്രിച്ച് നിർത്തി ഈ MDMA എന്ന് പറയുന്ന മഹാ അപരാധത്തിനെതിരായിട്ട് നമ്മളൊന്ന് ഫൈറ്റ് ചെയ്യണം. നമ്മൾ 30 ദിവസം നീളുന്നൊരു യാത്രയാണ് പ്ലാൻ ചെയ്തത്. നിങ്ങളോട് ഞാൻ പറയാം, തലസ്ഥാന നഗരത്തിൽ നിന്ന് ഈ യാത്ര നമ്മൾ ഫ്ലാഗ് ഓഫ് ചെയ്യിച്ചത് 100 അമ്മമാരെ കൊണ്ടാണ്. അതായത് നമ്മുടെ നാട്ടിൽ ഈ മയക്കുമരുന്നും അതേപോലുള്ള മാരകമായ ലഹരി ഉപയോഗിച്ച കാരണം സ്വന്തം കുട്ടികൾ കൺമുന്നിൽ മരിച്ചു വീണത് കാണേണ്ടി വരുന്ന ഒരു മാതാവ്, അത്തരം 4-5 മാതാക്കൾ, അമ്മമാർ, അതിൽ ഉമ്മമാരൊക്കെ അതിൽ പങ്കെടുത്തിരുന്നു. നിങ്ങൾക്കറിയാം, അതായത് മാതാവും പിതാവും ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു കുട്ടി നഷ്ടപ്പെട്ടുണ്ടാകുന്ന ദുഃഖം നമുക്ക് വാക്കുകളിൽ വിവരിക്കാൻ കഴിയില്ല. അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അത് ഒരു അമ്മ, ഞാൻ ചിലപ്പോഴൊക്കെ
ഞാൻ ഈ ഡോക്ടർ വന്ദന എന്ന് പറഞ്ഞിട്ടൊരു ജൂനിയർ ഡോക്ടറെ കൊട്ടാരക്കര താലൂക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊല്ലപ്പെട്ട നിങ്ങൾക്കറിയാം. ഒരു വൃത്തികെട്ടവൻ, ഒരു മദ്യപിച്ചെത്തിയ ഒരുത്തൻ ആ ജൂനിയർ ഡോക്ടറെ കുത്തുകയായിരുന്നു. കുറെ കുത്തുകൾ കുത്തി ആ കുട്ടി മരിച്ചുപോയി. ഡോക്ടർ വന്ദന എന്നും നമുക്ക് സത്യമായി മയക്കുമരുന്നിന്റെ രക്തസാക്ഷികളെ ആലോചിക്കുമ്പോൾ ഈ കൊട്ടാരക്കരയിൽ മരിച്ച ഡോക്ടർ വന്ദന ഒരു വല്ലാത്ത ചിത്രമാണ്. ഞങ്ങളൊരു ദിവസം അവരുടെ വീട്ടിൽ പോയി. നമുക്ക് ഡോക്ടർ വന്ദന മരിച്ചത് അവർക്ക് താങ്ങാൻ കഴിയാത്ത വിഷമമാണ് നമുക്ക് അറിയാം. പക്ഷെ നമ്മളവിടെ ചെന്നപ്പോൾ ആ വന്ദന ഉപയോഗിച്ചിരുന്ന റൂമൊക്കെ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് ആ വീട്ടിൽ കണ്ണീർ കടല. ആ വീട്ടിന്റെ ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ ആ കുട്ടി എടുത്ത പടങ്ങള്, ആ കുട്ടി വരച്ച ചിത്രങ്ങള്, ആ കുട്ടി സംസാരിച്ച ശബ്ദം, ആ മുറിക്കുള്ളിൽ മുഴുവനും അതാണ്. അതെല്ലാം അവർ നിലനിർത്തി ഇങ്ങനെ വെച്ചിരിക്കും. എന്തിനാണ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി മരിച്ചു പോയിട്ടില്ല എന്ന് അവർക്ക് വിശ്വസിക്കണം. അതിനുവേണ്ടിയാണ് അവർ ആ കുട്ടിയുടെ കാര്യങ്ങളെല്ലാം സൂക്ഷിച്ചിരിക്കുക. നമ്മുടെ നാട്ടിലെ ഏതൊരു പാരാമെഡിക്കൽ സ്റ്റാഫിനും ഏതൊരു ഡോക്ടറിനും സംഭവിക്കാവുന്ന അപകടം മാത്രമേ ഈ കൊട്ടാരക്കരയിൽ സംഭവിച്ചുള്ളൂ. അന്ന് എനിക്ക് ഇദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് പറയുന്നത് വിഷമമാണെങ്കിലും ഒരു കഷ്ടിച്ച് ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്ത് ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. ആ ഏതാണ്ട് ആ കുട്ടി ഇയാൾ ആക്രമിക്കുമ്പോൾ അതിന്റെ സമയം 6:20 എന്തോ മറ്റമാണ്. ആ വാർത്ത ആദ്യമായിട്ട് പുറം ലോകത്തേക്ക് വായിക്കാൻ ദൗർഭാഗ്യം കിട്ടിയതും എനിക്കായിരുന്നു. അപ്പൊ അവിടെയുള്ള 4 സെക്യൂരിറ്റി കക്ഷികളുണ്ടായിരുന്നു, 2 പോലീസുകാരും ഉണ്ടായിരുന്നു. യഥാർത്ഥത്തില് ഈ വന്ദനയുടെ അച്ഛന് ചോദിച്ചൊരു ചോദ്യമുണ്ട് കേരളത്തോട്. അതായത് ഇങ്ങനെ ഉന്മത്തനായി വരുന്ന ഒരുവനെ ഒരു കസേരയെടുത്ത് അവന്റെ തലക്കടിക്കാൻ പോലും അവിടെ ഒരാളുണ്ടായില്ലല്ലോ എന്ന് ചോദിക്കുന്ന പിതാവിന്റെ ചിത്രം നമുക്ക് മറക്കാൻ കഴിയില്ല. കാരണം ആ താലൂക്ക് ആശുപത്രിയിൽ അത്ര കൂടുതൽ ആൾക്കാർ അവിടെ ഉണ്ട്. ഇതൊരു അപനവരസിന്റെ കാലമാണ്. ആ കുട്ടിയെ തുരുതുരായവൻ കത്തിക്ക് കുത്തുന്ന സമയത്ത് ഇത് കണ്ട് ഞാനീ നാട്ടുകാരനല്ല എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് കുറെ ആളുകളുണ്ട്, എന്റെ പോലീസുകാരും ഉണ്ട്. എന്നിട്ട് അവിടെ വന്ന പോലീസുകാർ എന്തായെന്നറിയാമോ, ഈ ഏറ്റവും കൂടുതൽ കുത്തേറ്റ് കിടക്കുന്ന ഈ കുട്ടിയുടെ കാര്യം നോക്കാതെ അവിടെ സെക്യൂരിറ്റി എന്ന പോലീസുകാരന് ചെറിയ പരിക്കുണ്ടായി. ആ പോലീസുകാരനെ ആശുപത്രി കൊണ്ടുപോയി. മാത്രമല്ല അതിലേക്ക് ഒരുപാട് അലംഭാവം ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആ കുട്ടിയുടെ അച്ഛനോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് വെളിപ്പെടുത്താൻ കഴിയില്ല. ആ രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇത് വളരെ ആഗ്രഹിച്ചു പോയ ഒരു ഗ്ലാസ് വെള്ളമായിരുന്നു, അത് തകർന്ന് വീണു. സാരമില്ല. അപ്പൊ ഇത് പുതിയ നിങ്ങൾ ആരോ കൊതി വെച്ചു, പാരാമെഡിക്കൽ കൊതിയാണെന്ന് എനിക്ക് മനസ്സിലായി. കംപ്ലീറ്റ് നിങ്ങൾക്കെല്ലാം വെള്ളം തരുമെന്ന് ഇദ്ദേഹം പറഞ്ഞു. അത് ഇപ്പൊ എനിക്ക് മനസ്സിലായി നിങ്ങൾക്കത് കിട്ടത്തില്ലെന്ന്. അല്ലെങ്കിൽ ഓക്കെ, അപ്പൊ സന്തോഷം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം വീണാലും നമ്മൾ വളരെ ശക്തമായ ഒരു പരിപാടിയായിട്ട് ഇറങ്ങിയതല്ലേ. അപ്പൊ എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ. നിങ്ങൾ താങ്ക് യു സാർ, നിങ്ങളൊരു വലിയ മനുഷ്യനാണ്. ഓക്കെ, അതായത് ഒന്നേ പറയാനുള്ളൂ, ഈ MDMA പോലെയുള്ള കൈവശം വെച്ചുകൊണ്ട് നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എക്സൈസിനും പോലീസിനും വിവരം കൊടുക്കണം. 2, സ്കൂളിലെ പോകുന്ന കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ, കോളേജിൽ പോകുന്ന കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ ബാഗും ഒക്കെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കണം. അപ്പൊ ചിലപ്പോൾ കുട്ടികൾ പറയും, 7ാം ക്ലാസ്സിൽ കുട്ടികൾ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ സ്വകാര്യത അമ്മ ബഹുമാനിക്കണം. പിന്നെ എന്റെ സ്വകാര്യത പാള കിടന്ന പോലെ കണ്ട അമ്മയോടാ പറയുന്നത് എന്റെ സ്വകാര്യത ബഹുമാനിക്കണം. അങ്ങനെ ഒരു സ്വകാര്യതയൊന്നും ഇനി വേണ്ട. കുറച്ചു കാലത്തേക്ക് നമ്മൾ അതൊക്കെ സസ്പെൻഡ് ചെയ്യും. കുറച്ചു കാലത്തേക്ക് വീട്ടിലെ മൗലികാവകാശങ്ങളൊന്നും കുറച്ചില്ല, കുഴപ്പമില്ല. നല്ല ഒരു നമ്മുടെ പണ്ടെന്ന് പുളിമടി ഉണ്ടായിരുന്നു. പുളിമടി പ്രായമുള്ളവർക്കറിയാം. ആ വടിയൊക്കെ ഒരെണ്ണം അത്യാവശ്യം വേണം. ചിലപ്പോൾ അവന്റെ ഊരെ നോക്കി 2 കൊടുക്കേണ്ടി വരും. അപ്പം എന്ന് പറഞ്ഞ് കയറി അടിച്ചു കളയരുത്. കുട്ടികളെ അടിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ സെൻസിറ്റീവാണ്. ഒന്ന് പറഞ്ഞ് 2ാമത്തിന് വീട് വിട്ടു പോകാൻ തോന്നുന്ന കുട്ടികൾ ഒരുപാടുണ്ട്. നമ്മൾ നിൽക്കുന്നത് ഇപ്പം അവനെ കാണാതാവും. പിന്നെ ഭയങ്കര ടെൻഷനാവും. പോലീസുകാർക്ക് തന്നെ ടെൻഷനാവും. പിന്നെ കണ്ടെത്തൽ ഞങ്ങൾ വയറാവള്ളി വെള്ളി ക്യാമറയായിട്ട് 4 കൊല്ലമായി ഈ കുട്ടി പോയിട്ട് ഇപ്പോഴും പോലീസിന് അലംഭാവം തുടരുകയാണ് എന്ന് നമ്മൾ തന്നെ പറയും. അത് നമ്മുടെ ഒരു സ്വഭാവം കേട്ടോ. അപ്പോ അത് എല്ലാ ചാനലുകളും മത്സരിക്കുകയും ചെയ്യും. അപ്പൊ ഇത് ഒരു സാമൂഹിക പ്രശ്നമായിട്ട് മാറും. അപ്പൊ നമ്മൾ കുട്ടികളെ വളരെ സശക്തം വീക്ഷിക്കുക. യഥാർത്ഥത്തിൽ ഈ ഒരു കുട്ടിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ആരാണ്? അമ്മയാണ്. പെറ്റമ്മയ്ക്കാണ് ഒരു കുട്ടി ഏറ്റവും പെട്ടെന്ന് മാറിയാൽ മനസ്സിലാവുക. അമ്മ അവന്റെ മുഖത്ത് നോക്കിയാൽ അവന്റെ കണ്ണിന്, നിങ്ങൾ എപ്പോഴും ആൾക്കാരോട് സംസാരിക്കുമ്പോൾ കണ്ണുകൾ നോക്കി സംസാരിക്കണം. എതിരെ നിൽക്കുന്ന ആൾ കള്ളത്തരം പറയുകയാണെങ്കിൽ അവർ കണ്ണെടുക്കും. അവ എപ്പോഴും നിങ്ങൾ കണ്ണിൽ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ട് ഇങ്ങനെ ഉള്ള ഒരു കുട്ടിയെ സംശയത്തിൽ സംസാരിച്ചാൽ അവൻ നിങ്ങളോട് സത്യം പറയുന്നില്ലേ മനസ്സിലാവും. അതുപോലെ നിങ്ങൾ വല്ലപ്പോഴും നമ്മുടെ ഈ വള്ളത്തേക്കരി ആലപ്പുഴയിലെ മറ്റേ പുന്നമടക്കായൽ കറങ്ങുന്ന പോലെ ഈ സ്കൂളിലേക്കൊക്കെ ഒന്ന് പോകണം. പോയിട്ട് ക്ലാസ് ടീച്ചറിനെ കണ്ടിട്ട് ചോദിക്കണം, കുട്ടി എങ്ങനെയുണ്ട്, അവൻ ആരോടാ കമ്പനി അടിക്കുന്നത്. പിന്നെ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ ടീച്ചേഴ്സ് ഭയങ്കര ക്ലവറായിട്ട് പെരുമാറണം. ആലപ്പുഴയിലെ സ്കൂളുകളുമായി ബന്ധമുള്ള ആൾക്കാരോട് ഞാൻ പറയുന്നത്, ഓരോ ക്ലാസ്സിനും 40-50 കുട്ടികൾ പഠിക്കുന്ന ഓരോ ക്ലാസ്സിനും ഒരു ചെറു കമ്മിറ്റി നിങ്ങൾ ഉണ്ടാക്കണം. ഒന്ന് ക്ലാസ്സിലെ മോണിറ്റർ, ഒന്ന് ക്ലാസ്സിലെ ടീച്ചർ, ഒന്ന് PTA ഭാരവാഹി.
എന്നിട്ട് ഈ 3 പേർ സശർത്തം കുറേ ദിവസം ഇതിനായിട്ട് ചെലവഴിക്കുകയാണെങ്കിൽ ഓരോ ക്ലാസ് നമുക്ക് ശുദ്ധീകരിക്കാം. കാരണം ഇത് നമ്മൾ പ്രചാരണം നടത്തിക്കൊണ്ട് മാത്രം കാര്യമാകുന്നില്ല. കുട്ടികൾക്ക് ഇത് ലഭിക്കാനുള്ള അവസരം കിട്ടുക, അവിടെ എത്താനുള്ള അവസരം കിട്ടുക, അത് വാങ്ങാനുള്ള പണം കിട്ടുക, ഇതൊക്കെ കിട്ടാനുള്ള അവസരമുണ്ട്. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ കുട്ടികൾക്ക് പോലും പൈസയൊക്കെ ഒരുപാട് കൊടുക്കും. നമ്മൾ കഷ്ടപ്പെട്ടാണെങ്കിലും നമ്മളത് ചെയ്തു കൊടുക്കും. ഞങ്ങളുടെ നാട്ടിലെ ഒരു ചെത്തുകാരന്റെ മകൻ ഒരു ഇംഗ്ലീഷ് മീഡിയം പള്ളിക്കൂടത്തിലാണ് പഠിക്കുന്നത്. വലിയ ഫീസാണ് അവിടെ. ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേട്ടാൽ ബോധം കെട്ട് വീഴുന്ന ഫീസാണ് ആ സ്കൂളിൽ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം ഇംഗ്ലീഷല്ലേ പഠിപ്പിക്കുന്നത്, മലയാളമല്ലല്ലോ. അപ്പോൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സ്കൂളായതുകൊണ്ട് അപ്പോൾ ഒരു ദിവസത്തില് ഈ കുട്ടി മലയാളം പറഞ്ഞതിന് 150 രൂപ ഫൈൻ ഇട്ടു സ്കൂളിൽ. അപ്പോൾ ഈ ചെത്തുകാരൻ എന്നോട് പറയുകയാണ്, എൻ്റെ മോൾക്കും അതിൽ ഫൈൻ കിട്ടിയല്ലോ സാറേ. പുള്ളി അഭിമാനത്തോടെ പറയാ, മറ്റേ അയലത്തുള്ള കാശുകാർക്കെല്ലാം 150 രൂപ ഫൈൻ കിട്ടി, പുള്ളിക്ക് ഇതുവരെ ഒരു ഫൈൻ കിട്ടാത്തല്ലേ വിഷമിച്ച് കിടക്കായിരുന്നു. അപ്പോൾ പുള്ളിക്കും കിട്ടിയൊരു ഫൈൻ എന്ന് കരുതുന്നവരാ. അപ്പൊ നമുക്ക് ഇംഗ്ലീഷ് മാത്രം പഠിച്ചാൽ മതിയോ, മലയാളം പഠിക്കണ്ടേ? അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുകയും അവർക്ക് പൈസ കൊടുക്കുകയും ചെയ്യുമ്പോൾ എന്തിനാണ് ഇവർക്ക് പൈസ എന്ന് നിങ്ങൾ നേരിട്ട് ചോദിച്ചറിഞ്ഞില്ലെങ്കിലും അറിയണം. കാരണം ഈ പൈസ കൊണ്ട് അവർ എന്താ ചെയ്യാൻ പറ്റും? അതല്ല, ഇപ്പോഴേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മുടെ ഈ കളിസ്ഥലങ്ങളെല്ലാം ഓപ്പൺ ആക്കണം. നമുക്ക് നാടകം കളിക്കാനുള്ള അവസരം നാടകം കളിക്കണം, സാഹിത്യരചനയ്ക്ക് സാധ്യത ഉണ്ടെങ്കിൽ അത് ചെയ്യണം. ഇങ്ങനെയൊക്കെ ഒരുപാട് നമ്മൾ കാര്യങ്ങൾ ഓപ്പൺ ആക്കുകയും പിന്നെ നമ്മുടെ അയൽവാസിയുടെ മുന്നിൽ നമ്മൾ കുട്ടിയടച്ചൊരു വാതില്ലേ കോവിഡ് സമയത്ത്, അത് പതുക്കെ ഒന്ന് തള്ളി തുറക്കണം. അയലത്താരാ താമസിക്കുന്നതെന്നുള്ളതൊന്ന് ചോദിച്ചറിയണം. ഇപ്പം നിങ്ങൾ 10 കൊല്ലത്തിന് ശേഷമായിരിക്കും അയൽവാസിയോട് പേരെന്തുവാ എന്ന് ചോദിക്കുന്നത്. ചിലപ്പോൾ 2 ആട്ട് അവിടെ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോഴാണോ പേര് അന്വേഷിച്ചിട്ട് വരുന്നത്? പക്ഷെ ഇപ്പം അതിന് സമയമായി. അയൽവാസിയുമായി സംഘം ചേർന്ന് മാത്രമേ അന്തർദേശീയ നെറ്റ്വർക്കുള്ള ഈ മാഫിയ സംഘങ്ങളെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയൂ. കാര്യം ഇത് ഈ രാജ്യത്തിരുന്ന് നിയന്ത്രിക്കുന്ന ആളുകൾ മാത്രമല്ല, വിദേശ നാടുകളിലിരുന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ കുരുതി കൊടുത്തുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ പണം ആ ആർത്തി കൊണ്ട്, ഈ ആർത്തി പണ്ടാരങ്ങൾ നമ്മുടെ പിള്ളേരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളാണ്. നമ്മൾ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്താ? കുട്ടികൾ, പിന്നെ അവർക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസമാണ്. ബാക്കിയൊക്കെ ചിലപ്പം ഇല്ലാതായി പോകും. അപ്പൊ ഈ കുട്ടികൾക്ക് അവരുടെ അകാലത്തിൽ തെറ്റേത് ശരിയേത് എന്നവർക്ക് അറിയാൻ പറ്റാത്ത ഒരു പ്രായത്തിൽ അവർക്ക് വിനാശം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കളാണ്. ഈ മാതാപിതാക്കള് എല്ലാ രീതിയിലും ശ്രദ്ധ വെച്ച് കുട്ടികളെ നേരെയാക്കണം. നമ്മൾ 30 ദിവസം നീളുന്നൊരു യാത്രയാണ്. മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഇതിനൊരു പഠന റിപ്പോർട്ട് കൊടുത്താൽ അദ്ദേഹം അതിശക്തമായ നടപടിയെടുക്കാം. ഇപ്പോൾ തന്നെ നടപടിയിൽ ശക്തമായിട്ടുണ്ട്. നമ്മുടെ ഡെപ്യൂട്ടി സൂപ്രണ്ട് പറഞ്ഞതുപോലെ കോഴിക്കോടും കൊച്ചിയിലും ഒക്കെ തന്നെ വ്യാപകമായ റെയ്ഡുകൾ നടക്കുകയാണ്. ഹോസ്റ്റൽ മുറികളിലൊക്കെ റെയ്ഡ് നടക്കുന്ന സമയത്ത് കളമശ്ശേരി പോളിടെക്നിക്കിലെ പോലെ കഞ്ചാവ് ഉപയോഗിക്കുന്നത് മാത്രമല്ല, കഞ്ചാവ് വിതരണശാലകൾ കൂടി ഹോസ്റ്റൽ മുറികളിൽ തുറക്കാൻ കുട്ടികൾ ധൈര്യം കാണിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിക്കുക. ഇതിനായിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കി, വാട്സപ്പ് യൂണിവേഴ്സിറ്റിയൊക്കെ ഉണ്ടാക്കി, വിതരണം ചെയ്യേണ്ട സ്ഥലങ്ങളൊക്കെ രേഖപ്പെടുത്തി പിള്ളേർ പൈസ ഉണ്ടാക്കുക. ഈയിടെ ഒരു സംഭവം ഉണ്ടായത്, ഒരു വീട്ടിലെ ഒരു ജപ്തി വന്നു. 40 ലക്ഷം രൂപയുടെ ജപ്തി വന്നപ്പോ അവരിങ്ങനെ തൂങ്ങിച്ചാവുന്നതിനെ കുറിച്ചും അങ്ങനെയാണല്ലോ. ബാങ്കുകാരുടെ ജപ്തിയും കൂട്ടക്കൊലയും കൂട്ടച്ചാകലും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ജപ്തി നോട്ടീസ് ഇങ്ങോട്ട് വന്നാൽ കയർ എവിടെയെന്നാണ് ചോദിക്കുന്നത്. പിന്നെ വേറെ വഴിയൊന്നും അന്വേഷിക്കുന്നത്. കാര്യം ആരോടും പറയാനുള്ള ഒരു വിശാല മനസ്കം നമുക്കില്ല. നമ്മളൊക്കെ കടക്കണിയിലാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ അയലത്ത് താമസിക്കുന്ന പുരുഷോത്തം പിള്ളയ്ക്ക് എന്തോന്നു? പുരുഷോത്തം പിള്ളയ്ക്ക് ഒരു ഉണ്ടാകുമില്ല, നിങ്ങൾക്ക് ആ ടെൻഷൻ. അപ്പൊ നമ്മൾ ആൾക്കാരോട് പറയണം, എനിക്കിന് 10 ലക്ഷം രൂപ ലോണായി പോയി, കൊടുക്കാൻ ഒരു മാർഗമില്ല. 10 ലക്ഷം രൂപ 10 പേര് വീതം കടന്നു തന്നാൽ ഞാൻ അടച്ചിട്ട് നിങ്ങൾക്ക് 10 കൊല്ലം കൊണ്ട് മടക്കിത്തരാം എന്ന് പറയും. ആ കേൾക്കുന്ന ആൾ വിവരം ഇല്ലെങ്കിൽ അപ്പൊ തന്നെ പൈസ തരികയും ചെയ്യും. കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇത് തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെയൊക്കെ നമ്മൾ ആൾക്കാരോട് ഷെയർ ചെയ്യേണ്ട കാലഘട്ടമാണിത്. ഞാൻ പറയുന്നത്, ഈ നിങ്ങളെ എന്തെങ്കിലും നിങ്ങൾക്ക് മാനസികമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ MDMA കൊണ്ടോ കുട്ടികളെ കൊണ്ടുണ്ടാകും, നമുക്ക് ഒരുപാട് നമ്പറുകളുണ്ട്. ഗോപി, നമുക്കൊരു നമ്പർ ഉണ്ടല്ലോ, ഓർമ്മയുണ്ടോ നമ്പർ? അപ്പൊ നമുക്കിവിടെ സർക്കാരിന്റെ നമ്പറാണ്, നമ്മുടെ നമ്പറല്ല. ആ നമ്പർ നിങ്ങൾ ഉപയോഗിക്കണം. അതുപോലെ ഈ ഗവൺമെന്റിന് നമ്മൾ ഈ നിർദ്ദേശമൊക്കെ കൊടുക്കും. നമ്മൾ കേരളത്തിലെ മിക്ക താലൂക്കുകളിലൂടെയും ടച്ച് ചെയ്ത് നമ്മുടെ ഈ യാത്ര, പ്രത്യേകിച്ച് 37-39 ഡിഗ്രി ചൂടിങ്ങനെ കത്തി താഴോട്ട് വരുമ്പോൾ നമ്മൾ ഈ വേരത്ത് നടക്കുന്ന സമയത്തിന് ഒരു ഉദ്ദേശം ഉണ്ടെന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. 24-ൽ നമ്മൾ ഇതിനായിട്ട് ഒരു എക്സ്ക്ലൂസീവ് ചാനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കാരണം കുട്ടികളെ നിങ്ങളത് കാണിച്ചു കൊടുക്കണം. നമ്മൾ നിരന്തരമായി ഇങ്ങനെ പറയുക ഇതിനെക്കുറിച്ച്. ഇപ്പം ഡെപ്യൂട്ടി സൂപ്രണ്ട് പറഞ്ഞതിന് വലിയ പ്രസക്തമായ ഇൻഫർമേഷനാണ്. അതെല്ലാം ഈ SKN40 എന്ന് പറയുന്ന ഒരു HD യൂട്യൂബ് ചാനൽ നമ്മൾ എക്സ്ക്ലൂസീവായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ യാത്ര അവസാനിക്കുകയും നമ്മുടെ അവസാനത്തെ MDMA-കാരൻ, നമ്മൾ ഉപഭോക്താവല്ല, ഉപയോഗിക്കുന്നവനല്ല, ഈ നാട്ടിൽ ഈ മാരകമായ സാധനം വിതരണം ചെയ്യുന്നവൻ കേരളം വിട്ടു പോകുന്നതുവരെ ആ യൂട്യൂബ് ചാനൽ അവിടെ ഉണ്ടാകും. അതുവരെ നമ്മൾ ഇതിന്റെ പിന്നാലെ ഉണ്ടാകും. നിങ്ങളും അതിന്റെ പിന്നാലെ വേണം. നമ്മൾ ഒന്നിച്ച് ഒരു ശബ്ദമായിട്ട് ഒരു ജനസാഗരം പോലെ നമ്മൾ ആഞ്ഞടിച്ചു കഴിഞ്ഞാൽ ഏത് വമ്പനും വീഴും. നിങ്ങൾ ധൈര്യമായിട്ട് വിശ്വസിച്ചോളൂ. കേരളത്തിലെ പോലീസിലും കേരളത്തിലെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലും നിങ്ങൾക്ക് വിശ്വാസം അർപ്പിക്കാം. മിടുക്കരായ ഓഫീസേഴ്സ് നമുക്കുണ്ട്.
അവരുടെ തലച്ചോറിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ തലച്ചോറിൽ ഒരു മിന്നൽ പിണറാണ് ഇപ്പൊ ഈ ഇവിടുത്തെ MDMA വ്യാപനം. നിങ്ങളെക്കാളും ടെൻഷൻ അവർക്കുണ്ട്. ഇദ്ദേഹമൊക്കെ തന്നെ നിദ്രാവിഹീനമായ രാവുകളായിരിക്കും. ഇദ്ദേഹത്തിന് സമയം ഇപ്പൊ കിട്ടുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഇദ്ദേഹത്തിന് മുഖത്ത് നോക്കിയപ്പോൾ ഉറക്കക്ഷീണമൊന്നുമില്ല. പക്ഷെ നമ്മുടെ നാട്ടില് ഈ പല രീതിയിൽ ഉറങ്ങാം. ആൾക്കാർക്ക് ഓഫീസിൽ ഇരുന്ന് ഉറങ്ങാം, അങ്ങനെ പല രീതിയിൽ ഉറങ്ങാം. എന്റെ ഓഫീസിൽ ഒരു രമേശ് അയ്യർ എന്നൊരാളുണ്ട്. അയാളുടെ പേര് വെളിപ്പെടുന്നതിൽ രമേശ് അയ്യർ ചിലപ്പോൾ അഭിമാനം കൊള്ളും. അദ്ദേഹത്തിന് മാത്രമാണ് ലോകത്തൊരു കഴിവുള്ളത്. അദ്ദേഹം നിന്നുറങ്ങും. നിങ്ങൾ സാധാരണ ഉള്ള ആൾക്കാർ കിടന്നുറങ്ങുന്നല്ലേ കണ്ടു. ഈ മനുഷ്യൻ ചിലപ്പോൾ പറയും 5 മിനിറ്റ് സാർ ഞാൻ ഒന്ന് ഉറങ്ങിക്കോട്ടെ. നമ്മൾ ഇനി പോയി കിടക്കാൻ പോകുന്നതല്ല. പുള്ളി ഇവിടെ നിന്ന് കണ്ണുടച്ച് സുഭിക്ഷമായിട്ടങ്ങ് ഉറങ്ങും. നിങ്ങളും അത് ശീലിക്കുന്നുണ്ടതാ. കാരണം തിരക്കുള്ള മനുഷ്യർക്ക് നമ്മുടെ DSP അദ്ദേഹം അങ്ങനെ ഇതുമല്ല, ഒന്നും ഉറങ്ങാറൊന്നുമില്ല. നമ്മുടെ രമേശയ്യർക്ക് മാത്രമുള്ള ഒരു കഴിവ് അത്. അപൂർവ പ്രതിഭാവിലാസമാണ് അദ്ദേഹം. അതുപോട്ടെ ഇപ്പൊ രമേശ് ഇത് ലൈവിലൂടെ ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ എന്നെ എപ്പോഴും സാറ് സ്മരിക്കുന്നല്ലോ എന്ന് പറയും. അപ്പോൾ സന്തോഷം. അപ്പൊ നിങ്ങൾ ഈ പരിപാടി നമ്മൾ നടത്തുമ്പോൾ നിങ്ങളുടെ എല്ലാ പിന്തുണയും വേണം. മിനർവ എന്ന് പറയുന്ന ഈ മഹാസ്ഥാപനം, ഇത്രയും കൊല്ലം പഴക്കമുള്ള ഈ സ്ഥാപനത്തിന്റെ പിൻബലം കൂടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമ്മൾ യാത്ര തുടരുകയാണ്. ഒരുപക്ഷെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഒരേ ശബ്ദത്തിൽ, അതിൽ രാഷ്ട്രീയ കക്ഷി വ്യത്യാസമൊന്നുമില്ല, ജാതിയില്ല. നമുക്ക് ആ നമ്പർ പറയാം. 62 വേണമെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്തോളൂ. 623559 കൈ പേനയൊന്നുമില്ലേ? പേനയും പേപ്പറും കൂടെ ഞാൻ തരണമല്ലേ? എന്നാ പാരാമെഡിക്കലാണ് നിങ്ങളൊക്കെ? 623559 68937. ടീച്ചറൊന്ന് ഓർത്ത് വെച്ചോണേ. 623559 68937. അപ്പം കോപ്പി എഴുതാ ശീലമുണ്ട്. എല്ലാം കൈവരല്ല എഴുതുന്നത് കേട്ടോ. ഓക്കെ റെഡി. എന്നിട്ട് ഇങ്ങനെ എഴുതിയിട്ട് ഇതിങ്ങനെ പിടിച്ചിരിക്കാം. നന്നായി. നിങ്ങളൊക്കെ കുട്ടികളുടെ തനിമയുള്ളവരാ. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇത് നിങ്ങൾ മറന്നു പോകത്തില്ലല്ലോ. ഈ നമ്പർ നിങ്ങൾ ഉപയോഗിക്കണം. അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഒരേ ശബ്ദത്തിൽ, നമുക്കെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ താമസിക്കരുത്. നമുക്ക് അലംഭാവം പാടില്ല. സാധാരണ മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കസേരയിരിക്കുമ്പോൾ ഒരു പേന നമ്മുടെ കയ്യിൽ തറ വീണ നമ്മൾ വിചാരിക്കുന്ന അറിയോ, നാളെ എടുക്കാം, ഇന്ന് കൈക്ക് എന്തോ ഒരു കടച്ചിലൊക്കെ ഉണ്ട്. മഹാ ഉഴപ്പന്മാരാട്ടോ നമ്മൾ. അപ്പൊ നമ്മൾ അങ്ങനെ ഉഴപ്പിക്കളയരുത്. കാരണം ഓരോ മണിക്കൂറിലും ഒരു 100 കുട്ടികളെങ്കിലും പുതിയതായി MDMA ഉപയോഗിക്കുന്നുണ്ടാകും. അപ്പൊ നിങ്ങൾ 24 മണിക്കൂറാകുമ്പോൾ എത്ര കുട്ടികളാകുമെന്ന് ആലോചിച്ചു. അതുകൊണ്ട് നമ്മൾക്ക് 1 മണിക്കൂറിന് മുന്നേ ഇത് അവസാനിപ്പിക്കാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലതാണ്. നമ്മുടെ പോലീസിനും എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ വലിയ പിന്തുണ കൊടുക്കണം. 24 അതിശക്തമായ ഒരു മാധ്യമം എന്ന നിലയിൽ ഈ 24 ഇതിനെതിരെ ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ നമ്മൾ ഫൈറ്റ് ചെയ്യും. മാത്രവുമല്ല നമ്മളിതിനകത്ത് നമുക്ക് ഭീഷണി സ്വരങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും എതിർപ്പുകളോ മാഫിയയുടെ കൊച്ചുപിച്ചാത്തിയോ ഒക്കെ നേരെ നീണ്ടുവന്നാലും അവസാനം വരെ 24 ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ധൈര്യമായി വിശ്വസിക്കാം. വേറെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ എന്നോടല്ല ചോദിക്കേണ്ടത്, DVS ചോദിക്കണം. ഓക്കെ, താങ്ക് യു. പ്രിയപ്പെട്ട SK, ബഹുമാന്യായ ഡെപ്യൂട്ടി കമ്മീഷണർ എക്സൈസ്, ഈ മിനർവ കോളേജ് ക്യാമ്പസിൽ കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ സഹകരണത്തോടു കൂടിയാണ് 24 ചാനൽ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. 24ന്റെ ആലപ്പുഴ ബ്യൂറോ ചീഫ് ശ്രീ മനീഷ് മഹിപാല് നമ്മളോട് അക്കാര്യം റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ സർവാത്മന 4-5 ദിവസമായുള്ളൂ ആ പരിപാടിക്ക് സമ്മതിക്കുകയും മിനർവ കോളേജിന്റെ അഡ്മിനിസ്ട്രേറ്റർ ഈ സംഘടനയുടെ ആലപ്പുഴ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആയ ശ്രീ KP ഗോപാലകൃഷ്ണനാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ഈ അവസരവും അവരുടെ കുട്ടികളും അതുപോലെ തന്നെ പോലീസ് പെൻഷനേഴ്സിന്റെ പ്രതിനിധികളും പിന്നെ ധാരാളം ഞങ്ങളുടെ അടുത്തുള്ള വനിതകളും ഒക്കെ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം ഡെപ്യൂട്ടി കമ്മീഷണറുടെ ശ്രദ്ധയിൽ SKന്റെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ 2 മിനിറ്റ് വേണമെന്ന് പറഞ്ഞത്. ഇപ്പോൾ ഈ പറഞ്ഞ MDMA ലോകത്ത് 11ാമത്തെ മാരകമായ രാസലഹരിയാണ്. ഇതിലൊന്നും പെടാതെ ഈ ഇരിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കിടയിലേക്ക് വേറെ ഒരു മാരക വസ്തു പെട്ടിട്ടുണ്ട്. അതവർ തൂവാലയുടെ മറവിലാണ് ഉപയോഗിക്കുന്നത്. അത് വൈറ്റ്നറാണ്. വൈറ്റ്നർ തൂവാലയിൽ ഇങ്ങനെ ചീറ്റിച്ചിട്ട് പിന്നെ തേച്ചിട്ട് മണക്കുക. ക്ലാസ്സിലിരുന്ന് ഡീസൻ്റായിട്ടിരിക്കും. ഒരു ഉടക്കം ഉണ്ടാക്കത്തില്ല ക്ലാസ്സിലെ അധ്യാപകരുമായിട്ട്. പക്ഷെ അവരൊന്നും അറിയുന്നില്ല. അങ്ങനെ ഒരു സാധനമുണ്ട്. ഇപ്പോൾ അതിനകത്തേക്ക് ഫെവിക്കോൾ കൂടി വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും രാസലഹരി അല്ല. അങ്ങനെ എന്റെ അയൽവാസിയായ ഒരു പ്രിയപ്പെട്ട ഡോക്ടറുടെ മകൻ ഈ വൈറ്റ്നർ പ്ലാസ്റ്റിക് കൂടിനകത്ത് തേച്ച് പിടിച്ച് മുഖം മൂടിക്കിടന്ന് പിറ്റേ ദിവസം മരിച്ചുപോയൊരു സംഭവമുണ്ട്. പ്രിയപ്പെട്ട എന്റെ അയൽവാസിയായ കുട്ടി ഇങ്ങനെ മരിക്കുകയുണ്ടായി. അപ്പൊ ഇതുകൂടി മനസ്സിൽ വേണം. ഇത് വ്യാപകമായി
സ്കൂളുകളിൽ കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ടെന്ന്. കാരണം വൈദ്യുത ദേശം കിട്ടുന്ന അതൊരു രാസലഹരിയോ എന്നായിട്ട് കരുതുന്നില്ല. പക്ഷെ മാരകമായ വിഷം കലർന്ന ഒരു കെമിക്കലാണ്. അതുകൂടി മനസ്സിൽ വേണം. എനിക്ക് എന്റെ അനുഭവത്തിൽ പറയാവുന്ന ഒരു കാര്യം കൂടി SKN ശ്രദ്ധയപ്പെടുത്തുകയാണ്. 15 കൊല്ലം മുമ്പ് ആലപ്പുഴ ജില്ല മയക്കുമരുന്നുകളുടെ പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ ഡെസ്റ്റിനേഷൻ ആയിരുന്നു. അതിലൊന്ന് കലവൂർ ഉള്ള ആപ്പൂർ കോളനി ആയിരുന്നു. രണ്ടാമത്തത് ആലപ്പുഴ മുനിസിപ്പാലിറ്റിയുടെ തെക്കേ അറ്റത്തുള്ള ഇരവുകാട് വാർഡായിരുന്നു. ഈ 2 വാർഡുകളിലും നിന്നാണ് ഈ ജില്ലയിലേക്കുള്ള മയക്കുമരുന്നുകൾ വിറ്റുപോയിരുന്നത്. അതിനെതിരായിട്ട് ആദ്യമായി രംഗത്ത് വന്ന ജില്ലാ പോലീസായിരുന്നു. ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായിട്ട് ജില്ലാ പോലീസ് നടത്തിയ ക്യാമ്പയിൻ അത് ഏകദേശം 100% വിജയം കണ്ടു. ഈ ക്യാമ്പുകളൊക്കെ തകർക്കാൻ കഴിഞ്ഞു. അതിനുശേഷം ആ പ്രദേശത്തെ ജനങ്ങളുടെ പൊതു പങ്കാളിത്തത്തോടുകൂടി പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആപ്പൂർ കലവൂർ ഭാഗത്ത് 3.5 കിലോമീറ്ററുള്ള ജനകീയ മതിൽ മനുഷ്യ ചങ്ങല തീർക്കുകയുണ്ടായി. അതൊക്കെ ജനകീയ പങ്കാളിത്തം, അതായത് ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റോ എക്സൈസ് ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ SKNന്റെ ചാനലോ മാത്രം വിചാരിച്ചാൽ മയക്കുമരുന്ന് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അത് പൊതുജന പങ്കാളിത്തം തന്നെ വേണം. അതിലൊന്നാണ് സോഴ്സ് സീക്രസി. അധികാരികൾ എത്ര കാലം സുരക്ഷിതമായി സൂക്ഷിക്കുന്നോ അന്നേ ഇത് വിജയിക്കൂ. സോഴ്സ് സീക്രസി ലീക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ ആ ആള് ബലിയാടായി മാറും. അതുകൂടി പരിശോധിക്കപ്പെടണം. ഇത് എന്റെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഈ വർക്കുമായിട്ട് 15 കൊല്ലം മുമ്പ് ഇറങ്ങി തിരിച്ച് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ പൂർണ്ണമായ പിന്തുണ എനിക്ക് അതിന് കിട്ടിയിരുന്നു. അതിനോടൊപ്പം തന്നെ സ്റ്റേറ്റ് പോലീസിൽ അന്ന് കോടിയേരി ബാലകൃഷ്ണൻ സാറായിരുന്ന ആഭ്യന്തരമന്ത്രി, അദ്ദേഹം വന്ന് അഭിനന്ദിക്കുകയും കൂടി ചെയ്തിരുന്നു. ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ SKN ഏറ്റെടുത്തിരിക്കുന്ന ഈ ബൃഹത്തായ ഈ ക്യാമ്പയിൻ, ലഹരിക്കെതിരായ ക്യാമ്പയിൻ, അത് 30 ദിവസം പൂർത്തിയാക്കുമ്പോൾ എന്തെങ്കിലും സംഭവിക്കും എന്ന് അദ്ദേഹം ഇവിടെ ഉറപ്പിച്ച് പറഞ്ഞതിൽ പ്രതീക്ഷയുണ്ട്. അത്തരം കാര്യങ്ങൾ വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ പോലീസ് പെൻഷനേഴ്സിന്റെ സംഘടനാ ഭാരവാഹികളായ ജില്ലാ പ്രസിഡന്റ് ശ്രീ P.A. സെബാസ്റ്റ്യൻ ഇവിടെയുണ്ട്, സംസ്ഥാന സെക്രട്ടറി THM ഹസനുണ്ട്, ജില്ലാ ട്രഷറർ ശ്രീ P.R. പൊന്നൂർ. ഇവരെല്ലാം കൃത്യമായി ഈ വർക്കുമായി ബന്ധപ്പെട്ട് വന്നതാണ്. ഈ നമ്മുടെ മിനർവ കോളേജിലെ ഈ പാരാമെഡിക്കലുകാർ മാത്രമല്ല സാർ, ഇവരെ MA സോഷ്യോളജി, BA സോഷ്യോളജി, MA പൊളിറ്റിക്സ്, BA പൊളിറ്റിക്സ്, അങ്ങനെ MA എക്കണോമിക്സ്, ഇങ്ങനെ ധാരാളം കോഴ്സുകൾ ഇവിടെ നടക്കുന്നത്. ഇവരെ മറ്റുള്ളവരെല്ലാം പരീക്ഷയുടെ തിരക്കിലാണ്. ഇവർക്കാണ് ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇവരെ മാത്രം ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഈ പാരാമെഡിക്കൽ കാരണം മാത്രം കോളേജുണ്ട്. ഇത് എല്ലാ കൊല്ലവും റാങ്കിന്റെ തിളക്കത്തിൽ നിൽക്കുന്ന ഒരു കോളേജാണ്. 3ഉം 4ഉം പ്രധാന റാങ്കുകൾ ഈ കോളേജ് നേടിയെടുക്കുന്നുണ്ട്. ഇതൊരു പാരലൽ കോളേജായിട്ട് പോലും MG യൂണിവേഴ്സിറ്റിയുടെയും കേരള യൂണിവേഴ്സിറ്റിയുടെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും മുമ്പിൽ അത്ഭുതം കൂടുന്ന ഒരു നള്ളത്തരവില്ല സാർ. അങ്ങനെ നടത്തുന്ന ഒരു കോളേജാണെന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് തിരഞ്ഞെടുത്തത്. ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ ഇവിടെ ഉണ്ട്, റിട്ടയർഡ് SI ആണ്, ഇപ്പൊ ഇതിന്റെ അഡ്മിനിസ്ട്രേറ്ററാണ്. അങ്ങനെ ഈ നിലവാരത്തിൽ പോകുന്ന ഒരു കോളേജിൽ അങ്ങ് വന്നതിലുള്ള സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. ഡെപ്യൂട്ടി കമ്മീഷണർ എക്സൈസും ഇവിടെ വന്നതിന് ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾ അറിയിക്കുന്നു. 24 ചാനലിന് എല്ലാ ഭാവങ്ങളും നേരും സാർ. നന്ദി, നമസ്കാരം. ലഹരിക്കെതിരെ സന്ദേശവും പാട്ടും പാടാനായിട്ട് സർക്കാർ സ്കൂളിലെ അധ്യാപകൻ പുന്നപ്ര ജ്യോതികുമാർ വന്നിട്ടുണ്ട്. ആരാണോ പുന്നപ്ര ജ്യോതികുമാർ? അതിനു മുമ്പ് നമ്മുടെ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഇതിനെക്കുറിച്ച് 2 വാക്ക് കൂടി പറയും. നിങ്ങൾ എടുക്കേണ്ട പ്രിക്കോഷൻസ് എന്തായിരിക്കുമെന്ന് അദ്ദേഹം നിങ്ങളോട് പറയും. അവരുടെ പ്രായോഗിക എക്സ്പീരിയൻസ് വളരെ കൂടുതലാണ് എന്ന് നമുക്കറിയാമല്ലോ. നമുക്ക് ആ പൊന്നാട അണിയുന്നത് അദ്ദേഹം സംസാരിച്ചിട്ട് പോരെ. കാര്യം അദ്ദേഹം പോയിട്ട് ഒരു MDMകാരനെ പൊക്കാനാണെങ്കിൽ നമ്മൾ അതിനിടയ്ക്ക് എഴുതിയിട്ടുണ്ടല്ലോ വിചാരിച്ച. ഓക്കെ. ബഹുമാനപ്പെട്ട SKN, നമ്മുടെ പോലീസ് അസോസിയേഷൻ പെൻഷനേഴ്സ് ഭാരവാഹികൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമുക്കറിയാം ഏതൊരു രാജ്യത്തിന്റെയും സ്വത്തെന്ന് പറയുന്നത് എന്താണ്? ഏതൊരു രാജ്യത്തിന്റെ സ്വത്തെന്ന് പറയുന്നത് എന്താണ്? ശക്തി എന്ന് പറയുന്നത് എന്താണ്? യുവാക്കളാണ് ഏതൊരു രാജ്യത്തിന്റെ ശക്തി. യുവതിയുണ്ട്. അപ്പൊ യുവാക്കളാണ് ഏതൊരു രാജ്യത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. അപ്പൊ യുവാക്കളെ നശിപ്പിക്കുക എന്ന് പറയുന്നതാണ് ലഹരി മാഫിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള വാർത്തകളൊക്കെ എടുത്തു നോക്കിയാൽ, ഒരു 6 മാസത്തെ ഇടയിലുള്ള വാർത്തകൾ നോക്കി വയ്ക്കാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, പുറം കടലിൽ നിന്നും 3000, 5000 കോടി രൂപയുടെ ഇത്തരത്തിലുള്ള രാസലഹരിയാണ് പിടികൂടിയത്. അതെല്ലാം ഈ പറഞ്ഞ പോലെ വിവിധ രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവരുന്നതാണ്. അത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് ആകാമെന്ന് നമ്മൾ വിചാരിക്കുന്നു.
അത് നമ്മുടെ NCB കേന്ദ്ര ഏജൻസികളുമാണ് അത് പിടിച്ചിരിക്കുന്നത്. അപ്പം എന്താണ് ഇപ്പൊ SKN പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഇവിടെ SKNുമായിട്ട് സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? സന്തോഷം തോന്നിയോ? സങ്കടം തോന്നിയോ? സന്തോഷം തോന്നി. എന്താണ് സന്തോഷം തോന്നാനുള്ള പ്രധാന കാര്യം? നിങ്ങള് നമുക്ക് എന്തൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ഹോർമോൺ ഡോപ്പമിന്റെ അളവ് കൂടും. അപ്പൊ നമുക്ക് മനസ്സിലൊരു സന്തോഷം തോന്നും. ലഹരി ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും? ലഹരി ഉപയോഗിക്കുമ്പോഴും ഇതേപോലെ ഈ ഡോപ്പമിന്റെ അംശം വളരെയധികം കൂടും. അപ്പൊ പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അടുത്ത് വെച്ചിരിക്കുന്ന വണ്ടി തല്ലിപ്പൊട്ടിക്കുക, ഈ വന്ദന കൊലപാതകം നടന്ന പോലെ ഒരു ബന്ധമില്ലാത്ത ഒരു ഡോക്ടറാണ്. അയാളെ ചികിത്സിക്കാൻ കൊണ്ടുവന്ന ഡോക്ടറെ യാതൊരു പകയുമില്ല, യാതൊരു ശത്രുതയില്ല. അവര് മാരകമായി കുത്തിക്കൊണ്ടു. അപ്പൊ അത്തരത്തിലുള്ള പ്രവണതയിലോട്ട് നമ്മൾ പോകും ഈ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഡോണ്ട് സേ യെസ് വെൻ യു ഷുഡ് സേ നോ. നോ പറയേണ്ട സ്ഥലത്ത് നമ്മൾ നോ തന്നെ പറയണം. അത് പറയാൻ ശീലിക്കണം. ആരായാലും നമ്മൾ നോ പറയേണ്ട സ്ഥലത്ത് നോ പറയണം. അവിടെ നമ്മൾ കയറി യെസ് പറഞ്ഞാൽ നമ്മൾ വെട്ടിലാവും. അപ്പോ ജീവിതമാണ് ഏറ്റവും വലിയ ലഹരി. അതിനപ്പുറമുള്ള വേറെ ഒരു ലഹരിയില്ല. നമ്മുടെ ഉണ്ടാക്കിയിരിക്കുന്ന വെച്ചാൽ ഇതേപോലത്തെ ഒരു സിസ്റ്റം ഇനി ഏത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നാലും നിങ്ങളെ പോലെ നിങ്ങൾ മാത്രമേ കാണൂ. ഇപ്പൊ SKN പോലെ ഒരാളിനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ നിങ്ങൾ? ഇല്ല, ഉണ്ടാക്കാൻ പറ്റില്ല. അതാണ് അതിന്റെ ഒരു രൂപം. ചിലപ്പോൾ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ ബ്രെയിൻ എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ചിന്ത എന്ന് പറയുന്ന സാധനം ഒരിക്കലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ ഇതിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് MDMA പോലത്തെ സിന്തറ്റിക് ലഹരി തുടച്ചു മാറ്റണമെങ്കിൽ മൊത്തം ഒരു ജനകീയ പങ്കാളിത്തം ഉണ്ടാവണം. അതായത് നാട്ടുകാരും യുവാക്കളും എല്ലാവരും കൂടി ചേർന്നൊരു വർക്ക് നടത്തിയാൽ മാത്രമേ അതിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തുടച്ചു മാറ്റാൻ പറ്റുള്ളൂ. എക്സൈസും പോലീസും മാത്രം വിചാരിച്ചാൽ ഒരു പരിധി വരെ ചെയ്യാൻ പറ്റുമെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് തുടച്ചു മാറ്റാൻ പറ്റില്ല. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. SKNet 40ക്കും 24നും എല്ലാവിധ പിന്തുണയും ആശംസകളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പൊ നമ്മുടെ ഡെപ്യൂട്ടി സൂപ്രണ്ട് അതുപോലുള്ള എത്രയോ ആളുകൾ ഇപ്പോൾ ഈ ലഹരി വ്യാപനം തടയാൻ വേണ്ടി അവര് ഫീൽഡിലാണ്. അപ്പൊ അവരുടെ പ്രവർത്തനങ്ങൾക്ക് കുറച്ചുകൂടി ശക്തി പകരാൻ വേണ്ടി ഞങ്ങളുടെ സങ്കല്പത്തിൽ 500 കോടി രൂപ വിലയുള്ള ഒരു കപ്പ് അദ്ദേഹത്തിന് സമ്മാനമായി കൊടുക്കാം. ഡിപ്പാർട്ട്മെന്റിന്റെ ആംഗിളിൽ ഇതിന്റെ വില 100 രൂപ. എത്രയാണെന്ന് എനിക്കറിയില്ല. നമ്മുടെ മനിലാലിന് ഒരാൾ ഇവിടെ ഉണ്ട്, പുള്ളിക്കാരനാണ് ഇത് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങയുടെ ഇത് ഓഫീസിലെ വരുന്ന അതിഥികൾക്ക് ചായ കൊടുക്കാനായിട്ട്. അപ്പൊ നമ്മുടെ പ്രിൻസിപ്പലിന് വിഷമം തോന്നാതിരിക്കാൻ വേണ്ടി അദ്ദേഹവും ഇതിനകത്ത് അടരാടട്ടെ എന്ന് ആശംസിച്ചുണ്ട്. അതാണ്. അപ്പൊ അങ്ങേക്ക് അങ്ങയുടെ ഓഫീസിൽ തന്നെ ഞാൻ പുള്ളി കൊടുക്കണോ? പുള്ളി എനിക്ക് ഇട്ടോ നീ അത് നോക്കണ്ട. വളരെ ചെറുപ്പമാണല്ലോ. എനിക്ക് തോന്നുന്നു ഇവിടെ എന്തോ സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ട് എല്ലാവരും. സുപ്രസിദ്ധ കലാകാരൻ പുന്നപ്ര ജ്യോതികുമാർ സ്ഥലത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം അധ്യാപകനാണ്, മാഷാണ്. എവിടെ മാഷ? മാഷേ, അങ്ങേ എത്ര നേരമായിട്ട് വിളിക്കുന്നത്? കേരളത്തെ കിടക്കണോ അവാർഡ് എന്തിനായിരുന്നു? അപ്പൊ ഒരു നാടൻപാട്ട് കൊടുക്കും അല്ലേ? ഓക്കെ, തകർക്കും. എല്ലാവർക്കും നന്ദി. ഞാൻ സമയം എടുക്കുന്നില്ല. വളരെ നല്ലൊരു കാര്യം, ഇങ്ങനെ ഒരു 24 ഒരു സംരംഭമായിട്ട് ബന്ധപ്പെട്ട് ഈ പാട്ട് എനിക്ക് സത്യം പറഞ്ഞ ഒരു 1.5 മണിക്കൂർ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടാൻ പറ്റുന്ന വിധത്തിൽ പാട്ട് ചെയ്യാമായിരുന്നു. ആ പാട്ട് ഉടനീളം ഇതിന് ഉപയോഗിക്കുക ഇനിയും സാധ്യത ഉണ്ട്. അത് പക്ഷെ ഇപ്പൊ വന്നപ്പോൾ അതിനുള്ള സമയപരിമിതി ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഫോക്ക് മാത്രം പാടുകയാണ്. ഇപ്രാവശ്യത്തെ ഫോക്ക് ലോറിന്റെ അവാർഡിലേക്ക് കൂടി എന്നെ നയിച്ച എന്റെ എഴുത്തിലുള്ള ഒരു പാട്ടാണ്. നിങ്ങൾ എല്ലാവരും കൂടെ ഒഹോ ഒഹോ എന്ന് മാത്രം വെച്ചാൽ മതിയാവും. ഞാൻ പാട്ടിപ്പോ പാടുമ്പോ സാർ ഒഹോ ഒഹോ എന്ന് മാത്രം വെച്ചാൽ മതി. അപ്പൊ ഇതൊരു സന്തോഷമായിട്ട് മാത്രമേ ഇരുന്നോട്ടെ. അത് ഏറ്റവും വലിയ. അപ്പൊ ഞാൻ ടീച്ചറാണെന്ന് എനിക്ക് ഇവിടെ ഈ സ്ഥാപനത്തോട് അടുത്ത ബന്ധമുള്ളതാണ്. എനിക്കിതുവരെല്ലാവരും എങ്ങനെയാ ബന്ധമുള്ളത്.
അപ്പൊ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഹോപ്പുമായിട്ട് SPC ആയിട്ടൊക്കെ ഒത്തിരി വിജയൻ സാറൊക്കെ ആയിട്ടുള്ള ഒത്തിരി സഹകരണമുണ്ട്. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, ഇതാണ് അത് സാറിനൊരു വലിയ വഴിയാവും. ഒത്തിരി പേര് എന്നോട് ചോദിച്ചു, സാർ ഞങ്ങള് ഇപ്പോഴത്തെ ഈ രാസലഹരി കയറിയപ്പോ ഞങ്ങൾക്ക് പേരിടാവും. അപ്പൊ എന്നോട് ഒത്തിരി പേര് ഇങ്ങനെ വിളിക്കും, ഓരോരുത്തരും ഒരു പേര് വേണം, പുതിയ പേര് വേണം. അപ്പൊ ഞാൻ പറയുന്നത് ലഹരി എന്നൊരു വാക്ക് മാറ്റി വെച്ചിട്ടൊരു പേര് വേണോ? അപ്പോഴാണ് ഗാന്ധിജി എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യന്റെ ഒരു സന്ദേശമുണ്ട്, എന്റെ മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്, എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. അങ്ങനെയാണ് നിങ്ങളൊന്ന് പൂരിപ്പിക്കുക അല്ലെ, എന്റെ ജീവിതമാണ് എന്റെ ലഹരി. ഇതിങ്ങനെ ചുരുക്കി, ഇതെല്ലാം നമുക്ക് വേറെ പേര് കിട്ടാനായിട്ട് പോകുന്നില്ല. ഈ കൂട്ടത്തിൽ നിന്ന് കടം കൊണ്ട് നമുക്ക് ഒത്തിരി പേരുകൾ ഓരോരുത്തരായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഉപയോഗിക്കുമ്പോൾ ഞാൻ ക്ലാസ് മുറിയിൽ 10ാം ക്ലാസ്സിലെ കുട്ടികളാണ് പഠിപ്പിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞതുപോലെ വടി എടുക്കാറില്ല. ഞങ്ങൾ വടി മാറ്റിയപ്പോൾ കുട്ടികളുടെ കടാര വന്നു അല്ലേ? വടി മാറ്റിയപ്പോൾ പകരം എന്ത് വന്നു എന്ന് ചോദ്യത്തിന്റെ ഉത്തരം നല്ല ഒന്നാം തരം തെറി വന്നു, ഒന്നാം തരം നിഷേധം വന്നു, പ്രതിഷേധം വന്നു, അവകാശങ്ങളെ പറ്റി പറയാൻ തുടങ്ങി. അവര് പറയുന്നത് നിങ്ങൾ ഞങ്ങളെ സംരക്ഷിച്ചില്ലെങ്കിലും ഞങ്ങളെ പുറത്ത് സംരക്ഷിക്കും, ഞങ്ങളെ പുറത്ത്, അതുകൊണ്ട് ടീച്ചർ പേടിക്കേണ്ട, അവരെ ഞങ്ങൾ പുറത്ത് കൈകാര്യം ചെയ്തോളാം. ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ ഭാഷ മാറി. ആ മാറിയതിന്റെ സാഹചര്യം എന്താണ്, കാരണം എന്താണ് എന്ന് അന്വേഷിക്കുമ്പോഴാണ് സാർ ഇങ്ങനെ ഒരു ഉദ്യമം, പക്ഷെ ഇങ്ങനെ ഒരു കേരളത്തിൽ ഇങ്ങനെ എത്തുന്ന ഈ ഒരു ഉദ്യമം അത് നിസ്സാരമായിട്ട് കാണുന്നത്. ഈ മുറ്റത്ത് നിന്ന് ഒരാളുടെ മനസ്സിലേക്ക് അതിന്റെ ഒരു തീരുമാനം ഉണ്ടായാൽ അത് മതി ഈ യാത്രയുടെ സാഫല്യം. അവിടേക്കാണ് എത്തിയിരിക്കുന്നത്. അതിലേക്കുള്ള നന്ദി സാറിനോടും ഈ ക്രൂവിനോടും എല്ലാവരോടും ഇവിടെ നന്ദി അറിയിച്ചുകൊണ്ട്, മഹേഷിനോടും പ്രത്യേകിച്ച് അറിയിച്ചുകൊണ്ട് നമുക്ക് പാട്ടിലേക്ക് 2 മിനിറ്റ് ഞാൻ എടുക്കുന്നുള്ളൂ. ഓക്കെ, പാട്ടിങ്ങനെയാണ്. ആര് പറഞ്ഞാലും മാമരക്കൊമ്പിലെ ചന്ദ്രൻ എന്റേതാ, നേരു പറയുമ്പോ നിന്റെ മുഖത്തുള്ള പുഞ്ചിരി എന്റേതാ. ആര് പറഞ്ഞാലും അവിടെ അത്ത് പറഞ്ഞാൽ മതി. ഓക്കെ, ആര് പറഞ്ഞാലും എന്തു പറഞ്ഞാലും അപ്പൊ ആ കയ്യടി നേക്കട്ടെ. നമ്മൾ ജീവിത ലഹരി ആസ്വദിക്കുന്ന കയ്യടി അല്ലെ, വേറെ ഒരു ലഹരി വെച്ച് നമ്മൾ തുള്ളിച്ചാടുന്ന പോലീസിന് വന്ന് നിർത്തേണ്ടി വരുന്നില്ലേ 10 മണിയാകുമ്പോൾ? ആ ലഹരി നമ്മൾ വെറുതെ വിടുന്നതല്ലോ, ഒരു തീരുമാനമുണ്ട്. അപ്പൊ ആ കൈയടിച്ച് നമുക്ക് പാടാം. 1 2 3 സ്റ്റാർട്ട്. ആര് പറഞ്ഞാലും മാമരക്കൊമ്പിലെ ചന്ദ്രൻ എന്റേതാ, നേരു പറയുമ്പോ നിന്റെ മുഖത്തുള്ള പുഞ്ചിരി എന്റേതാ. ആര് പറഞ്ഞാലും എന്തു പറഞ്ഞാലും അപ്പൊ ഇരിക്കുന്നവരെ ഒപ്പം പറഞ്ഞു തൃശ്ശൂർ പൂരം പോലെ ഒന്ന് മുകളിലൂടെ നേറിയാണ് അല്ല. അപ്പൊ വെറുതെ പറയണ്ട, അവിടെ നിന്നൊക്കെ കേട്ടിട്ട് അപ്പൊ എങ്ങനെ ചെയ്യും? ആര് പറഞ്ഞാലും കൈപൊക്കും, എല്ലാരും കൈപൊക്കും, നല്ല രസമല്ല. അപ്പൊ ഒന്നുകൂടെ 1 2 3 സ്റ്റാർട്ട്. ആര് പറഞ്ഞാലും മാമരക്കൊമ്പിലെ ചന്ദ്രൻ എന്റേതാ, നേരു പറയുമ്പോ നിന്റെ മുഖത്തുള്ള പുഞ്ചിരി എന്റേതാ. ആര് പറഞ്ഞാലും എന്തു പറഞ്ഞാലും ആര് പറഞ്ഞാലും മാമരക്കൊമ്പിലെ ചന്ദ്രൻ എന്റേതാ, നേരു പറയുമ്പോ നിന്റെ മുഖത്തുള്ള പുഞ്ചിരി എന്റേതാ. തൊട്ടില്ലോർക്കാണ് തൊടലില്ലോർക്കാണ് ഒടുക്കത്താണയാണ് ആണാണ്, ഒടുക്കം വെക്കാതെ തുടക്കം വെക്കാതെ ആണ് നീ പെണ്ണ് കാണട്ടെ. ആര് പറഞ്ഞാലും എന്തു പറഞ്ഞാലും ആ സമയത്ത് വിസിലെടുത്ത് വീശി അത് നല്ല കാര്യം. ആ സാധനം അതിങ്ങനെ വരട്ടെ, കൈയിരിക്കുന്നവരെല്ലാരും അതിങ്ങനെ വെച്ചാൽ. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പാടി വരാം. ഓക്കെ. തോള കേറിട്ട് നാളു ചോദിച്ചു നാണം കൊണ്ടു ചിണുങ്ങടാ, തോള കേറിയപ്പോ നാണം കണ്ടപ്പോ കരളും കൊണ്ടവൾ പോയോടാ. ആര് പറഞ്ഞാലും എന്തു പറഞ്ഞാലും ആര് ഇനി ആ വീശണ്ട, തൊട്ടടുത്തിരിക്കുന്ന വീശുക. അപ്പൊ അടുത്ത ക്രിയാവും. നമ്മൾ ഇങ്ങനെ വെക്കാൻ അടുത്തിരിക്കുന്ന കാറ്റ് കൊടുക്കാൻ ഇതൊക്കെ പറ്റൂടെ നമുക്ക് ഒന്നുകൂടെ അല്ലേ. തോള കേറിട്ട് നാളു ചോദിച്ചു നാണം കൊണ്ടു ചിണുങ്ങടാ, തോള കേറിയപ്പോ നാണം കണ്ടപ്പോ കരളും കൊണ്ടവൾ പോയോടാ. ആര് പറഞ്ഞാലും എന്തു പറഞ്ഞാലും ആര് പറഞ്ഞാലും മാമരക്കൊമ്പിലെ ചന്ദ്രൻ എന്റേതാ, നേരു പറയുമ്പോ നിന്റെ മുഖത്തുള്ള പുഞ്ചിരി എന്റേതാ. നാരിയുണ്ടെങ്കിൽ നേരും, ഈ വരിയെന്ന് ശ്രദ്ധിക്കണം, ഈ യാത്രയുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ. നാരിയുണ്ടെങ്കിൽ നേരുമുണ്ടെങ്കിൽ നരകം നാഗായി തീരുവടാ. നാരിയുണ്ടെങ്കിൽ നേരുമുണ്ടെങ്കിൽ നരകം നാഗായി നാഗം സ്വർഗം. ഇവിടെയാണത്. അപ്പൊ അത് താളത്തിൽ പാടി അവസാനിപ്പിക്കാം അല്ലെ, കൈയടിക്കാൻ താളത്തിൽ പാടാം. നാരിയുണ്ടെങ്കിൽ നേരുമുണ്ടെങ്കിൽ നരകം നാഗായി തീരുവടാ, നാരിയുണ്ടെങ്കിൽ നേരുമുണ്ടെങ്കിൽ നരകം നാഗായി തീരുവടാ. ആര് പറഞ്ഞാലും എന്തു പറഞ്ഞാലും ആര് പറഞ്ഞാലും മാമരക്കൊമ്പിലെ ചന്ദ്രൻ എന്റേതാ, നേരു പറയുമ്പോ നിന്റെ മുഖത്തുള്ള പുഞ്ചിരി എന്റേതാ. നേരു പറയുമ്പോ നിന്റെ മുഖത്തുള്ള പുഞ്ചിരി എന്റേതാ, നേരു പറയുമ്പോ നിന്റെ മുഖത്തുള്ള പുഞ്ചിരി എന്റേതാ.
ആ പുഞ്ചിരി മനസ്സ് വന്നിട്ട് ഈ ആനന്ദ ലഹരി കൊണ്ടു നടക്കുമ്പോൾ ആഹ്ലാദം ഈ കലാലയമുറ്റത്ത് ഇങ്ങനെ ഒരു കൂട്ടം ഇത്രയും അറിയപ്പെടുന്ന രാജസ്ഥാൻ സാർ ഉൾപ്പെടെയുള്ള എല്ലാവരും വലിയ നിര, ആ നിരയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഈ ക്രൂവിനോടും മഹേഷിനോടും എല്ലാവരോടും എന്റെ നന്ദി. സാറിന്റെ യാത്രയ്ക്ക് ഒത്തിരി ഭാവങ്ങൾ ആശംസിക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം ഇത് നിർത്തുന്നു. മറ്റൊരു കൂട്ടായ്മയിൽ നമുക്ക് പുതിയ പാട്ടുമായിട്ട് എവിടെയെങ്കിലും ഇടയ്ക്കൊന്ന് കൂടാം. തൽക്കാലം നിർത്തുന്നു. ആരാലും നിറമെറിയാത്ത നിന്റെ വികാരം നെറ്റിയിലിട്ട് നേരെ പോവുക, നേരായി തീരുക. ആലപ്പുഴയുടെ തൊട്ടപ്പുറത്ത് പത്തനംതിട്ടക്കാരനായ ഒരു കവി പാടി വെച്ചതുപോലെ അടിമണ്ണിലൂടെ നീരുറവയിലൂടെ പരമായി മനുഷ്യനായി ഒഴുകുന്ന പുഴയായി അഴകായി സൂര്യന്റെ കിരണമായി നന്മതൻ സ്ഫുരണമായി പൂർണ്ണത നേടാൻ കഴിയട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു. നല്ലൊരു ഐഡിയ ആണ് അല്ലെ, അടിപൊളിയായിരുന്നു. അടുത്തത് നമുക്ക് ഇന്ന് രാവിലെ നടന്ന ചെസ് ടൂർണമെന്റിലെ വിജയികളുടെ സമ്മാന വിതരണമാണ്. അത് ആരൊക്കെയാണ് വിജയികൾ എന്നുള്ളതൊക്കെ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആരാ? കാർത്തിക് വിവേക് പി കരുവള്ളി. അഭിനവ് ജഗേഷ്. ആദിനാഥ് JS. ശ്രീനന്ദ S. തീർത്ഥ A. നല്ല കയ്യടി, നല്ല സന്തോഷമല്ലേ കുട്ടികൾക്ക്. തീർത്ഥ A. നെയ്തൽ ഡി അൻസേര. ശശിധരക്കുറുപ്പ് C. അതാരാ? ഇതാണോ അടുത്ത പ്രജ്ഞാനന്ദയാണോ? അടുത്ത പ്രജ്ഞാനന്ദ. ഇതല്ലേ ശശിധരക്കുറുപ്പ്. അവന്റെ പേരെന്താ? ശശിധരക്കുറുപ്പ്. പ്രാർത്ഥന S. നാലാം സ്ഥാനം നിർമ്മൽ ഡി അൻസേര. വന്നിട്ട് പോയി, സമ്മാനം മേടിച്ചിട്ട് പോയി. നിർമ്മൽ ഡി അൻസേര. മൂന്നാം സ്ഥാനം അതുൽ M. ഇന്റർനാഷണൽ പ്ലെയർ ആണ്. അടിപൊളി. രണ്ടാം സ്ഥാനം ഷോൺ തോമസ് പോൾ. നല്ലൊരു കൈയടി. ഇന്നത്തെ മത്സരത്തിലെ ചാമ്പ്യൻ നാഷണൽ പ്ലെയർ ആയിട്ടുള്ള സഫൽ ഫാസിൽ. അതങ്ങ് കൊടുത്താ പോരെ. അതുൽ മടത്തിൽ. ഷോൺ തോമസ് പോൾ. ഒരു ക്വസ്റ്റ്യൻ അതല്ലേ, നമ്മുടെ ചെസ് മറ്റ് സംസ്ഥാനങ്ങളിൽ പാർട്ടി വിഷയമാക്കിയിട്ടുണ്ട്. ഇത് തമിഴ്നാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, ഗുജറാത്ത് ഉൾപ്പെടെയുള്ള കേരളത്തിൽ കൂടെ ഒന്നാക്കിയ കൊള്ളാറുണ്ട്. ഇവര് പറയുന്നത് നമ്മുടെ ഈ ചതുരംഗ കളി ഉണ്ടല്ലോ, ചെസ്. രാഷ്ട്രീയത്തിൽ ചതുരംഗ കളി എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. പക്ഷെ അതിനും രാഷ്ട്രീയത്തിന് അപ്പുറത്തെ കളിയായിട്ട് ചെസ് മാത്രമല്ല എല്ലാ കളിയും നല്ലതാക്കണം. ഈ ചെസ് കളിയും അങ്ങനെയുള്ള കളികളൊക്കെ തന്നെ പാഠ്യ വിഷയമാക്കണം, കുട്ടികൾക്ക് പഠിക്കാനുള്ള വിഷയമാക്കണം, സിലബസിൽ ഉൾപ്പെടുത്തണമെന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ പറഞ്ഞിരിക്കുന്നു, ഇനി ഉൾപ്പെടുത്തേണ്ട മഹാമനസ്കത സർക്കാരിന്. താങ്ക് യു. 2 വാക്ക് ഗോപി പറയും, 2 വാക്ക് സ്മിതയും പറയും. 2-4. ഞങ്ങളുടെ ഈ യാത്രയുടെ ഒരു ഉദ്ദേശം, അതുപോലെ തന്നെ ഈ യാത്ര ആലപ്പുഴ ജില്ലയിൽ എത്തുമ്പോൾ നിങ്ങൾ കിട്ടുന്ന പിന്തുണ, ഇതിനെ കുറിച്ചൊക്കെ SKN വളരെ വിശദമായി നിങ്ങളോട് സംസാരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഒന്ന്, നമ്മൾ ലഹരി ഉപയോഗിക്കില്ല എന്ന് നമ്മൾ തീരുമാനിക്കുന്നു. 2, ലഹരി ഉപയോഗിക്കുന്ന ആരെങ്കിലും കുറിച്ച് നിങ്ങൾക്ക് വിവരം കിട്ടിയാൽ അത് നിങ്ങൾ അറിയിക്കേണ്ടവരെ അറിയിക്കുന്ന ഉത്തരവാദിത്വത്തോടുകൂടി. 3ാമത്തെ കാര്യം, ലഹരിയിലേക്ക്, അതിന്റെ സ്വാധീനത്തിലേക്ക് ആരെങ്കിലും ക്ഷണിക്കുന്നുണ്ടെങ്കിൽ അവരെ തടയുകയും ആ വിവരം നിങ്ങൾ കൃത്യമായി കൈമാറുകയും ചെയ്യണം.
നമുക്കറിയാം കേരളം ഇന്ത്യയിലെ തന്നെ ഈ രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച ഒരു പോലീസ് സംവിധാനമുള്ള നാടാണ് കേരളം. അപ്പോൾ ആ കേരളത്തിലാണ് ഇത്രയധികം ലഹരി വ്യാപാരം നടക്കുന്നത്, ഇത്രയധികം കുട്ടികളിലേക്ക് MDMA പോലെയുള്ള രാസലഹരി എത്തുന്നത്. കുറ്റാന്വേഷണത്തിന്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ കേസുകൾ തെളിയിക്കുന്ന കാര്യത്തിലും കേസുകൾ കണ്ടെത്തുന്ന കാര്യത്തിലുമൊക്കെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു എൻഫോഴ്സ്മെന്റ് ഏജൻസിയാണ് പോലീസും എക്സൈസും ഒക്കെ. അപ്പോൾ അവരൊന്ന് മനസ്സിരുത്തിയാൽ തീർക്കാവുന്ന പ്രശ്നമേ ഇപ്പോഴും കേരളത്തിലുള്ളൂ. അതുകൊണ്ട് അവർക്ക് ഒരു മോറൽ സപ്പോർട്ട്, അവർക്ക് വേണ്ട ധാർമ്മികമായ പിന്തുണ നൽകുക എന്നതാണ് ഈ നാടിനെ സ്നേഹിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട പൗരന്മാർ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല. അപ്പോൾ ആ ഒരു ഉറപ്പ് നമ്മൾ ഈ എൻഫോഴ്സ്മെന്റ് ഏജൻസിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ രാസലഹരിയുടെ ചരട് പൊട്ടിക്കാൻ കഴിയും, അതിന്റെ അടിവേര് അറക്കാൻ കഴിയും. അതുകൊണ്ട് അതിന് വേണ്ട പൂർണ്ണമായ പിന്തുണ വിദ്യാലയങ്ങളിൽ അധ്യാപകരുടെ ഭാഗത്ത് നിന്ന്, കുടുംബങ്ങളിൽ നിന്ന്, രക്ഷകർത്താക്കളുടെ ഭാഗത്ത് നിന്ന്, കുട്ടികളായ നിങ്ങൾക്കൊക്കെ. ഇപ്പൊ നിങ്ങൾ പാരാമെഡിക്കൽ സ്റ്റുഡൻസ് ആണ്, നാളെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ളവരാണ്. നിങ്ങളുടെ മുന്നിലേക്കും നാളെ ഒരു രോഗാവസ്ഥയിൽ എത്താൻ പോകുന്നത് ഇതുപോലെ രാസലഹരിക്ക് അടിമപ്പെട്ട ആളുകളായിരിക്കാം. അപ്പോൾ അവരെയൊക്കെ എന്നെ സോഷ്യോളജി ഉണ്ട്, അപ്പൊ അവർക്ക് സാമൂഹികമായ ഉത്തരവാദിത്തം വേറെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലെല്ലാം ഇടപെടൽ നടത്താൻ കഴിയും. അതുകൊണ്ട് ഇത് എന്റെ വീട്ടിൽ വന്നിട്ടില്ല അല്ലെങ്കിൽ നമ്മുടെ ആരെയും ബാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ടതല്ല. ഏത് സമയത്തും നമ്മുടെ വീടുകളിലേക്ക് കടന്നു വരാവുന്ന ഒരു ഭീകരത ഇപ്പോൾ ഈ പ്രശ്നത്തിനുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കടുത്ത വേനലിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഇങ്ങനെ കേരളത്തിന്റെ ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് യാത്ര നടത്താനും ജനങ്ങളെ നേരിൽ കണ്ട് നിങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കാനും ഒരു ഉത്തരവാദിത്തപ്പെട്ട ചാനൽ എന്ന നിലയിലും ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ പ്രവർത്തകർ എന്ന നിലയിലും ഞങ്ങൾ ഇറങ്ങിയത്. SKന്റെ ഈ മാധ്യമ രംഗത്തെ 40 വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ അത് ആഘോഷങ്ങളിലൂടെയല്ല, നേരെ മറിച്ച് ഉത്തരവാദിത്വത്തോടുകൂടി വേണം അതിനെ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാനെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. അതുകൊണ്ടാണ് പലരും ഒരു ആലോചനാ ഘട്ടത്തിൽ ഞങ്ങൾ തീരുമാനിച്ച് ഈ വെയിലത്ത് വേണോ എന്നൊക്കെ പലരും ചോദിച്ചപ്പോൾ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ഈ പ്രശ്നത്തെ അഡ്രസ് ചെയ്യുക എന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. അങ്ങനെയാണ് ആലപ്പുഴ ജില്ലയിൽ എത്തിയത്. ഇവിടെ നിങ്ങളെ കാണാൻ കഴിഞ്ഞത് നിങ്ങൾ നൽകിയ പിന്തുണയും 24-നുള്ള സ്നേഹവും നിങ്ങളോടുള്ള നന്ദിയും ഞങ്ങൾ അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. നമസ്കാരം. കുറെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. പണ്ടൊക്കെ ഞങ്ങൾ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോഴേ ഒരു പ്രാവശ്യം ഒരു കുട്ടിയുടെ ബാഗ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് താഴെ വീണ് പോയി. പെട്ടെന്ന് ബാഗിന്റെ എല്ലാ സാധനങ്ങളും പുറത്തു വീണു. അപ്പൊ എന്തൊക്കെയാണെന്നറിയോ? ഒരു കുപ്പി അത് വീണ് പൊട്ടി. അതിൽ നിറച്ച് പഞ്ചാടിക്കുരുവായിരുന്നു. ഒരു കുപ്പിയിലാണെങ്കിലോ ഈ മാങ്ങ ഇങ്ങനെ മുറിച്ചിട്ട് ഉപ്പും മുളകും കൂടി ഇട്ടിട്ട് കുലുക്കിയിട്ട് അതായിരുന്നു. അത് ഉച്ചയ്ക്ക് എല്ലാവരും കൂടെ കൂടി ലിഷർ ടൈമിൽ കുടിക്കാനുള്ളതാ. ബദാം തല്ലിത്തേങ്ങ എന്ന് പറയുന്ന സാധനം, അതിപ്പോ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല. തല്ലിത്തേങ്ങ, 5-6 തല്ലിത്തേങ്ങ, കുറച്ച് മഞ്ച, അതാ ഇവിടെ നിൽക്കുന്നുണ്ട് തല്ലിത്തേങ്ങയുടെ മരം. അതിന്റെ വേരിലിട്ട് അത് ഇടിച്ച് പൊട്ടിക്കും. ഉച്ചനേരത്തൊക്കെ അത് ഇടിച്ച് പൊട്ടിച്ച് അതിന്റെ ഉള്ളിൽ നിന്ന് ബദാം പരിപ്പ് എടുത്തിട്ട് കഴിക്കും. അങ്ങനെ ഈ ബാഗിൽ നിന്ന് വീഴുമ്പോ മയിൽപ്പീലി, പുസ്തകത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചിട്ടുള്ളത് എന്താണ്? മയിൽപ്പീലി, മഷിത്തണ്ട്. എന്ത് ബ്യൂട്ടിഫുൾ ആണ് ആ ഓർമ്മ തന്നെ, അല്ലെ? നല്ല നടുത്ത ഓർമ്മയാണ്. ഇന്നിപ്പോ ഒരു കുട്ടിയുടെ ബാഗിൽ നിന്ന് പിടിച്ചത് എന്താണ്? MDMA, കഞ്ചാവിന്റെ കെട്ടുകൾ, അല്ലെ? മാരകമായ ലഹരി. നമുക്ക് എന്താണ് നഷ്ടമാവുന്നത്? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. ആ ഓർമ്മകൾ വയസ്സാവുമ്പോ മരണം വരെ നമുക്ക് ഓർക്കാനുള്ള ആ മഞ്ചാടിക്കുരുവിന്റെ ചുകപ്പ്, അല്ലെ? എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓർമ്മകളാ. അതാണ് മറ്റുള്ള ഈ ലഹരിയിലേക്കൊക്കെ മാറുമ്പോൾ നിങ്ങൾക്ക് നഷ്ടമാവുന്നത്. അത് നഷ്ടമാകാതിരിക്കണമെങ്കിൽ നമ്മൾ തന്നെ തീരുമാനിക്കണം ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കുമെന്ന്. അതുപോലെ വീടുകളിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. പല കുട്ടികളും പറയുന്ന ഒരു കാരണം എപ്പോഴും അച്ഛനും അമ്മയും തമ്മിൽ വഴക്കാണ്, അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ ലഹരിക്കടിമയാണ്, പ്രശ്നങ്ങളാണ്. നമ്മളെപ്പോഴും ഇരവാദം എന്നാണ് അതിന് പറയാം. ഞാൻ ഇരയാണ്, എന്നെയാണ്, എനിക്കാണ് പ്രശ്നം, എനിക്കെതിരെയാണ് ലോകം മുഴുവൻ എന്നൊരു ചിന്ത. അതെന്തുകൊണ്ടാണ് വരുന്നത്? നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരോട്, നമ്മുടെ കൂട്ടുകാരോടൊന്നും തുറന്നു പറയാത്തത് കൊണ്ടാണ്. അതിനൊരു പ്രധാന കാരണം നമ്മളെപ്പോഴും മൊബൈൽ ഫോണിലാണ്, അല്ലെ? നമുക്കറിയാത്ത, മുഖമില്ലാത്ത ആരോടൊക്കെയോ സംവദിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ കുട്ടികളോട് കളിക്കാൻ പോവുക, ചിരിക്കുക, അവരോട് നമ്മുടെ പ്രശ്നങ്ങൾ പറയാം, നമ്മുടെ അധ്യാപകരോട് പറയാം, അമ്മയെ അച്ഛനെയൊക്കെ നല്ല സുഹൃത്തുക്കളായി കാണുക. അച്ഛനമ്മമാരും അങ്ങനെ തന്നെ ചെയ്യണം, അല്ലെ? അപ്പൊ ആ രീതിയിൽ നമ്മൾ പോയിക്കൊണ്ടിരുന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. കൂട്ടുനിൽക്കുന്നവർ എന്തെങ്കിലും തെറ്റായ വഴിയിലേക്ക് ഇതുപോലെയുള്ള മാരകമായ ലഹരി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും അവരെ ചതിച്ചിട്ട് ആ പാതയിലേക്ക് കടത്തുന്നു എന്ന് തോന്നിയാൽ നേരായ മാർഗത്തിലൂടെ നയിക്കാൻ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുക. അപ്പൊ നല്ല ചുവപ്പുള്ള മഞ്ചാടി നിറമുള്ള ഓർമ്മകൾ ഉണ്ടാകണം ജീവിതത്തിൽ. അതിനാകണം നമ്മുടെ എല്ലാ ലക്ഷ്യവും. നമ്മൾ ഈ SKN40 അതിങ്ങനെ പോകുമ്പോ നിങ്ങളും നമുക്കൊപ്പം ആ യാത്രയിൽ നിറയെ മഞ്ചാടികൾ ഇങ്ങനെ വീണ് കിടക്കുന്ന, നിറയെ പൂക്കൾ നിറഞ്ഞ പാത, അത് സ്വപ്നം കണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതിനെല്ലാവരും നമുക്ക് കൂട്ടുനിൽക്കുക. താങ്ക് യു. SKന്റെ ഈ
ലഹരിക്കെതിരായ കേരള യാത്രയുടെ ആലപ്പുഴയിലെ ഇന്നത്തെ പരിപാടിയിലോ രാവിലത്തെ ഇന്ന് ചേർത്തലയിൽ തുറവൂരും കൂടെ ഉണ്ടോ അല്ലേ? അതുണ്ടെന്ന് അറിയാം. ഈ പരിപാടിയുടെ പ്രധാന സംഘാടകനായ കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സുപ്രിയ സെബാസ്റ്റ്യൻ ഈ സദസ്സിന് നന്ദി അറിയിച്ചു. മാന്യരായ വേദിയിലേക്ക് കൊണ്ടുവന്നത് പ്രിയപ്പെട്ട കുട്ടികളെ, അധ്യാപകർ, ഈ 24 ചാനലിന്റെ പ്രിയപ്പെട്ട ഇന്നിവിടെ ഇരിക്കുമ്പോൾ വളരെയേറെ സന്തോഷം തോന്നിയ ഒരു വാക്ക് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വീണത് ഞാൻ ഈ മനസ്സിൽ കുറിച്ചു വെച്ചത്, ഈ കേരളത്തിലെ അവസാനത്തെ MDA വിൽപ്പനക്കാരന് വരെ നാട് കടക്കുന്നവരെ ഈ ചാനൽ തുടരും, ഈ 24 അല്ല അദ്ദേഹം തുടങ്ങിയ യൂട്യൂബ് ചാനൽ തുടരും എന്ന് പറഞ്ഞ വാക്കുകൾ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കേണ്ട കാര്യമാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ 40 കൊല്ലം നീണ്ട മാധ്യമരംഗത്ത് 40 കൊല്ലം ഇതേപോലെ തങ്കത്തിളക്കവുമായി നിൽക്കുന്ന അദ്ദേഹം ആ ഒരു കാലഘട്ടം നമ്മുടെ ഈ മലയാളികൾക്ക് വേണ്ടിയിട്ട് ഈ ഇന്ന് സമൂഹം അനുഭവിക്കുന്ന ഈ മനസ്സിന്റെ വിങ്ങിപ്പൊട്ടൽ, നീറൽ, നിരവധി മാതാപിതാക്കളാണ് നമ്മളോട് സംസാരിക്കുന്നത്. അതിലൊരു കുളിർമഴയുമായി ഇന്ന് നമ്മുടെ മിനർവ കോളേജിന്റെ അങ്കണത്തിലേക്ക് കടന്നു വന്ന ബഹുമാന്യനായ ശ്രീധരൻ സാറിനും അദ്ദേഹത്തിന്റെ കൂട്ടത്തിലുള്ള എല്ലാ ഗ്രൂപ്പിനും ഈ കേരള പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ പേരിലുള്ള നന്ദി ആദ്യമേ അറിയിക്കുക. അതേപോലെ ഈ ചടങ്ങിന് ഇത്ര സുന്ദരമായ രീതിയിൽ വേദി ഒരുക്കി തന്ന മിനർവ കോളേജിലെ അധ്യാപകർ, അനധ്യാപകർ, വിദ്യാർത്ഥികൾ, മറ്റെല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മളോടൊപ്പം നല്ല രീതിയിൽ സംവാദം നടത്തി കടന്നുപോയ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ശ്രീ വിനോദ് കുമാർ സാർ, അദ്ദേഹത്തിന്റെ കൂടെ വന്ന ടീം, അവർക്കും എക്സൈസ് വകുപ്പിൽ ലഹരിയല്ല ജീവിതം, ജീവിതമാണ് ലഹരി എന്ന പാഠവുമായി നമ്മുടെ പിന്നാലെ അവർ വിമുക്തിയുമായി കടന്നു വരുന്നുണ്ട്. അവർക്കുള്ള നന്ദി ഈ തരുണത്തിൽ രേഖപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ കേരള പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ പ്രവർത്തകർ വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ഇതിന്റെ നല്ല ഗുണഭോക്താക്കളാകാൻ താല്പര്യമുള്ള, അല്ലെങ്കിൽ നാട്ടിൽ അത് പരിചയപ്പെടുത്താൻ, അത് പ്രയോജനപ്പെടുത്താൻ തയ്യാറായി കടന്നു വന്നിട്ടുള്ള ഈ നമ്മുടെ പൊതുജനം ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഇത്രയും സമയം അങ്ങയോടൊപ്പം ഇവിടെ ഇരിക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷമായെടുത്തുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. അപ്പൊ നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുന്നു. നമ്മൾ പറഞ്ഞതിന്റെ ഓർമ്മ വേണം, മനസ്സിൽ തീക്കൊള്ളി എടുത്ത് വെച്ച് എഴുതി സൂക്ഷിക്കണം. നോ ഡ്രഗ്സ്, നോ വയലൻസ്. എന്റെ കേരളം, എനിക്കെന്നും അഭിമാനം. സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു. മദ്യവും മയക്കുമരുന്നും കുട്ടികളെ പോലും ഇരയാക്കുന്നു. നിരപരാധികൾ ലഹരി വലയിൽ ബലിയാടാകുന്നു. ലഹരി മാഫിയയുടെ വ്യാപനം കേരളത്തിൽ ഞാൻ തിരിച്ചറിയുന്നു. ഹോസ്റ്റൽ മുറികൾ ലഹരി സമ്പന്ന കേന്ദ്രങ്ങളാകുന്നു. ആയതിനാൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ലഹരി മരുന്ന് പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ഇതിനാൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. സമൂഹത്തെ മുറിവേൽപ്പിക്കുന്ന ലഹരി വ്യാപനം സർവശക്തിയുമെടുത്ത് തടയുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ. താങ്ക് യു.